ഏത് സിനിമയിലാണ് പിള്ളേച്ചൻ? ഒന്ന് ഓർത്തു നോക്ക്. പിള്ളേച്ചൻ ഏതാണ്? മാധവൻ, മീശമാധവനിലാണ് പിള്ളേച്ചൻ. വയലാറാണ്. അപ്പൊ വയൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ സന്തോഷമാണ് ആദ്യം വന്നത്. ഓക്കെ, ആദ്യം സന്തോഷമാണ് വന്നത്. അപ്പൊ 25 സന്തോഷമാണ്. ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. അപ്പൊ നമ്മുടെ കറണ്ട് അഫയേഴ്സ് മാരത്തോൺ ക്ലാസ്സുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ അടുത്ത് ചെയ്ത എല്ലാ വീഡിയോയിലും ഏറ്റവും കൂടുതൽ വന്ന കമന്റ് ആണ്, സാറേ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ചെയ്യോ, കറണ്ട് അഫയേഴ്സിന്റെ ഒരു ലോങ് വീഡിയോ ചെയ്യോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ അടുത്ത് PSC ചോദിച്ചിട്ടുള്ള മാക്സിമം ചോദ്യങ്ങൾ, എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയറും റിലേറ്റ് ചെയ്തിട്ട്, അതായത് ചിലതിൽ 2024 ആവും ചോദിച്ചിട്ടുണ്ടാവുക, ചിലത് 23 ആവും. 23 അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. 24, 25 ഭാഗങ്ങൾ പറ്റുന്ന അത്രയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 26 നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തും തന്നിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിച്ച് സെറ്റ് ആക്കിയിട്ട് പോകും. ഓരോ ചോദ്യങ്ങളും മനസ്സിലാക്കി തന്നെ പഠിക്കും. അതിന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറ്റുന്ന അത്രയും തവണ ഞാനത് റിപ്പീറ്റ് ചെയ്ത് തരും. കണക്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാനത് കണക്ട് ചെയ്ത് തരും. ഓരോന്നും നമുക്ക് ആസ്വദിച്ച് തന്നെ പഠിച്ചു പോവാം. അപ്പൊ പഠിക്കണ്ടേ, സെറ്റ് ആക്കണ്ടേ? കറണ്ട് അഫയേഴ്സ് എന്ന ഭാഗം നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. അപ്പൊ അധികമൊന്നും പറയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ LDC ബാച്ചും LGS ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഏത് സമയത്തും ജോയിൻ ആവാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഇപ്പോഴും നിങ്ങൾക്ക് ജോയിൻ ആവാം, പക്ഷേ എത്രയും പെട്ടെന്ന് ജോയിൻ ആവുന്നതാണ് ഏറ്റവും നല്ലത്. ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് കാണാത്തവരാണെങ്കിൽ LDC ബാച്ചിന്റെയും LGS ബാച്ചിന്റെയും രണ്ടിന്റെയും ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് പോയി ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റിൽ ബാച്ച് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്, അതിൽ പോയി ചെക്ക് ചെയ്താലും രണ്ട് ബാച്ചും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആവും. അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന മെത്തേഡ്സ് ഒക്കെ എത്രയും പെട്ടെന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ടിപ്സ് ഒക്കെ ഞാൻ അതിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ തന്നെ ഒരു ടിപ്സുമായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പലരും നല്ല ഹാർഡ് വർക്ക് ചെയ്ത്, അതായത് ഹാർഡ് വർക്ക് ചെയ്യണം, അതിന്റെ കൂടെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് സ്മാർട്ട് വർക്ക്. അപ്പൊ രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു സാധനം, നിങ്ങളുടെ മാക്സിമം സമയം കൺസ്യൂം ചെയ്ത്, അതായത് നല്ല രീതിയിൽ കുറച്ച് സമയം മാത്രം എടുത്ത് കൊടുക്കുന്ന സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി ടിപ്സും ഞാൻ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ ടിപ്പ് അതുപോലെ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ബ്രഹ്മാണ്ഡമായിട്ട് 10-200 കാര്യങ്ങൾ തന്നിട്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം, ആ രീതിയിലല്ല. നിങ്ങൾക്ക് അവിടെ ക്ലാസ്സിൽ എന്തൊക്കെ ലഭിക്കുന്ന ഡീറ്റെയിൽസിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഹോട്ട് ടോപ്പിക്സ് ആണ് ഉണ്ടാവും. അതായത് PSC എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഹോട്ട് ടോപ്പിക്സ് ഇനിയും ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് ഞാൻ ഇനിയും ക്ലാസ് എടുത്ത് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ SCRT ബൂസ്റ്ററിന്റെ ഒരു ഫോൾഡർ ഉണ്ട്. അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ നേരെ കണ്ട് മനസ്സിലാക്കി, നിങ്ങൾ സാധാ വിചാരിക്കുന്ന പോലെ ദിവസം 4 ക്ലാസ്, ദിവസം 5 ക്ലാസ്, അല്ലെങ്കിൽ ഒരു 6 ക്ലാസ് ഇത്രയും നിങ്ങൾ കണ്ടു തീർക്കണം എന്നാൽ നിങ്ങൾക്ക് റാങ്ക് കിട്ടും. ആ ഒരു സാധനമല്ല. നിങ്ങളുടെ കൂടെ ഒരു സാധനം ഇതിൽ ഇടാനുണ്ട്. അതായത് നിങ്ങൾ കൂടെ ഒരു ചെറിയ വർക്ക് ഇതിൽ ചെയ്യാനുണ്ട്. കാരണം നിങ്ങളുടെ വേരിയേഷൻ നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഫോൾട്ട് എന്താ? പലർക്കും പല എക്സാമും എഴുതുമ്പോൾ 40ന്റെ മേലെ ചിലപ്പോൾ മാർക്ക് കിടക്കുന്ന പോലും ഉണ്ടാവില്ല. പലരും കമന്റ് ഇടാറുണ്ട്, സാറിന്റെ ക്ലാസ് കണ്ടതിന് ശേഷം 40ന് മുകളിലേക്ക് എത്താൻ പറ്റി, ഇതിന്റെ മുകളിലേക്ക് കടന്നിട്ടേ അല്ല, ഇപ്പൊ നല്ല മാർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അങ്ങനെയൊക്കെ പല കമന്റ്സും വരാറുണ്ട്. അതിന് കാരണം ഞാൻ മാത്രമല്ല, ഞാൻ പറ്റുന്ന അത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരും. ഞാൻ പറ്റുന്ന അത്രയും കോഡുകൾ യൂസ് ചെയ്യും, കണക്ഷൻസ് യൂസ് ചെയ്യും. നമ്മുടെ മറ്റ് ടീച്ചേഴ്സ് ആയാലും, അതായത് വേറെ മാത്സ് എടുക്കുന്ന ടീച്ചർ ആയാലും, മാത്സ് എടുക്കുന്ന സാറാണ് അഖിൽ സാറാണ്, പിന്നെ വേറൊരു മിസ് ഉണ്ട്, അതിൻ്റെയൊക്കെ സാർമാരായാലും മറ്റു ടീച്ചേഴ്സ് ആയാലും നിങ്ങൾക്ക് പറ്റുന്ന അത്രയും, അതായത് അവരുടെ ക്ലാസ് എപ്പോഴെങ്കിലും ഫോൾട്ട് വന്നാൽ ഞാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കാറുണ്ട്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് സയൻസ് ഭാഗങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ ഞാൻ പറയാറുണ്ട് അവരോട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവാനാണ്. അവിടെ ഞങ്ങളുടെ എഫേർട്ട് ഞങ്ങൾ ഇടുന്നുണ്ട്. പോരാത്തതിന് നിങ്ങളും ഒരു സാധനം കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ വേരിയേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ബാച്ചിലുള്ളവർക്ക് അങ്ങനത്തെ ടിപ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വേരിയേഷൻ വരാറുണ്ട്, മാർക്കിൽ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് വരാറുണ്ട്, അവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാറുണ്ട്. ഇവിടെ നമ്മൾ തുടക്കത്തിൽ തന്നെ ആ മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാമെന്നും എന്തൊക്കെ നിങ്ങൾ ചെയ്തിരിക്കണമെന്നും. അതായത് ഒരുപാട്, ഞാൻ എപ്പോഴും പറയുന്നു, ചെറിയൊരു 4 കാര്യങ്ങൾ, 4 സ്റ്റെപ്സ് മാത്രം ചെയ്താൽ നിങ്ങൾക്ക് റാങ്കിലേക്ക് എത്താൻ പറ്റും. പലരും ആ ചെറിയ കാര്യങ്ങൾ വിട്ട് കളയുന്നത് കൊണ്ട് മാത്രമാണ് റാങ്കിലേക്ക് എത്താത്തത്. ഓക്കെ, അതൊരു ചെറിയ കാര്യമില്ല, അതൊക്കെ പിന്നെ നോക്കാം. അങ്ങനെ പറഞ്ഞ ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുന്നുണ്ട്. ആ കാര്യം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് റാങ്ക് നേടാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നല്ലൊരു മാർക്ക്, നിങ്ങൾ ഉദ്ദേശിച്ച ഒരു മാർക്കിലേക്ക് നിങ്ങൾ എത്താത്തത്, അല്ലെങ്കിൽ ഒരേ ഭാഗങ്ങൾ പഠിക്കുക. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങളുടെ പ്രശ്നം ഏത് രീതിയിലായാലും ആ 4 സ്റ്റെപ്സ് ചെയ്താൽ നിങ്ങൾക്ക് സൊല്യൂഷൻ വരും. ഓക്കെ, അതെന്ത് പ്രശ്നം, ഏത് സബ്ജക്റ്റ് നിങ്ങൾക്ക് പ്രശ്നമായാലും, ഏത് രീതിയിലുള്ള പ്രശ്നമായാലും നിങ്ങളുടെ പ്രശ്നം അതിലൂടെ മാറും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് കണ്ടതിന് ശേഷം നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് കവർ ചെയ്യുക, പിന്നെ SCRT കവർ ചെയ്യുക, പിന്നെ നിങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ട സ്റ്റെപ്സ് കവർ ചെയ്യുക. എല്ലാം ഞാൻ അതിൽ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ടാവും. ഞാൻ ഇവിടെ ഷെയർ ചെയ്യില്ല. തീർച്ചയായും നമ്മുടെ ബാച്ച് എടുത്തവർക്കാണ് അത് അവിടെ കിട്ടുക. അപ്പൊ ബാച്ച് എടുക്കാത്തവരാണെങ്കിൽ, ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പോയി ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ബാച്ച് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറും കാണാം, അതിൽ പോയിട്ടും ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അധികം ഒന്നും പറയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കറണ്ട് അഫയേഴ്സ് ആണ്.
ഭയങ്കര ഓർത്തിരിക്കാൻ ഭയങ്കര പാടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരും. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും സമയം റിപ്പീറ്റ് ചെയ്യും. ഇത് എത്ര സമയം ഈ ക്ലാസ് പോകുന്നു എനിക്കറിയില്ല, ഞാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇത്രയും സ്ലൈഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് മേ ബി ആദ്യമാണെന്നാണ് തോന്നുന്നത്. പക്ഷേ കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വിട്ട് കളയാൻ അതായത് ചിലതൊക്കെ 2023 ചിലതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം കുറക്കാനാണെങ്കിൽ കുറക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 90-ലധികം സ്ലൈഡ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്. 90-ലധികം ക്വസ്റ്റ്യൻസും പിന്നെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളും എല്ലാം ഇവിടെ ഞാൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നല്ല ആത്മവിശ്വാസത്തോടുകൂടെ നല്ല രീതിയിൽ നമുക്ക് പഠിച്ചു പോകാം. PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനിയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് പ്രിലിംസ് കൂടെ ആയതുകൊണ്ട് എന്തായാലും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞു പോയ ചോദ്യങ്ങൾ അതുപോലെ തന്നെ എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അതേ ചോദ്യത്തിന് തിരിച്ചിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ ചോദ്യം വരുന്നു ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കും. നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. നിങ്ങൾ കൂടെ നിന്നാൽ മതി. ഓക്കെ, അപ്പോൾ അധികമൊന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അധികം ക്ലാസ്സിൽ സാറേ കറണ്ട് അഫയേഴ്സ് ചെയ്യൂ, അതായിരുന്നു അധികം കമൻറ്റ് വന്നിട്ടുള്ളത്. ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ അറിയിക്കുക. നിങ്ങൾക്ക് മറ്റൊരു ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നന്നായി മനസ്സിലാവും നിങ്ങൾക്ക് ക്ലാസ് ഉപകരിക്കുന്നുണ്ട്, അതിനാണ് വേറൊരു ക്ലാസ് നിങ്ങൾ ചോദിക്കുന്നത് എന്നൊക്കെ മനസ്സിലാവും. എങ്കിലും നിങ്ങൾക്ക് ക്ലാസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് എന്നെ അറിയിക്കാൻ ശ്രമിക്കുക. മറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടത് ആവശ്യപ്പെടാൻ തീർച്ചയായും ഞാൻ ചെയ്യും. പറ്റുന്ന അത്രയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തു തരും. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളതൊക്കെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യം വരുവേ. ഇത് ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. റിപ്പീറ്റ് ചെയ്ത് പിന്നെയും വരും. ഓക്കെ, ഇത് വന്നിട്ടുണ്ട്, ഇനിയും വരും. ഓക്കെ, ഇത് ഒരു വട്ടമല്ല വന്നിട്ടുള്ളത്, ശ്രദ്ധിക്കുക. കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ചോദ്യം വരും. അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെന്നും ചോദ്യം വരും. അപ്പൊ ആൻസർ ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഏത്? കെ സ്മാർട്ട് പദ്ധതി. ഓക്കെ, കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടതാണ്? തദ്ദേശ സ്വയംഭരണ. ഞാൻ പറഞ്ഞു പറ്റുന്ന അത്രയും ഞാൻ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് തരാം. അപ്പൊ പഠിച്ചു പോവാ. ഓക്കെ, ഒന്ന് കേട്ടിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഫോക്കസ് കൊടുക്കുക കേട്ടോ. അപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഏത്? കെ സ്മാർട്ട്. ഓക്കെ, കെ സ്മാർട്ട് പദ്ധതിയാണ്. അപ്പൊ എങ്ങനെയൊക്കെ ചോദ്യം വരുന്നു ഞാൻ പറഞ്ഞു. ഒന്നുകിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി ഏത് എന്നൊരു ചോദ്യം വരും. അപ്പോ ആൻസർ വരുന്നത് കെ സ്മാർട്ട് ആണ്. ഇനി അതല്ലെങ്കിൽ ഇതേ ചോദ്യം തന്നെ എങ്ങനെ എടുത്ത് ചോദിക്കും? കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഏത്? നമ്മുടെ കെ സ്മാർട്ട് പദ്ധതി. ഓക്കെ, കെ സ്മാർട്ട് പദ്ധതിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് പദ്ധതി. ഏതാണ്? കെ സ്മാർട്ട് പദ്ധതിയാണ്. കെ സ്മാർട്ട് പദ്ധതിയാണ്. 2027 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2027 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം 2027 ആണ്. ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ഓക്കെ, ഓപ്ഷൻ എ ആണ്. സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയാണ് കേട്ടോ. സൗദി അറേബ്യയാണ് 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഏതാണ്? സൗദി അറേബ്യയാണ്. 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ഏതാണ്? സൗദി അറേബ്യയാണ് കേട്ടോ. സൗദി അറേബ്യയാണ് 2027 ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. ഏതാണ്? സൗദി അറേബ്യ. പിന്നെ 2025 ഒരെണ്ണം കൂടെ പഠിച്ചോ. 2025 ആണ് കേട്ടോ. 2025 പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന് വേദിയായ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വേദിയായത് ഇന്ത്യയാണ്, വിജയികളും ഇന്ത്യയാണ്. അപ്പൊ രണ്ടും പഠിച്ചു വെച്ചോ.
2025 പ്രഥമ കൊക്കോ ലോകകപ്പിന് വേദിയായ രാജ്യം ഇന്ത്യയാണ്. വേദിയായ രാജ്യവും വിജയികളായ രാജ്യവും ഇന്ത്യയാണ്. കിട്ടിയോ? 2025 പ്രഥമ കൊക്കോ ലോകകപ്പിന് വേദിയായ രാജ്യമാണ് ഇന്ത്യ. ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ, ഇന്ത്യയാണ്. അടുത്തത് 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? ആരൊക്കെയാണ്? നമുക്ക് നോക്കാം ആരൊക്കെയാണ്. കേണൽ സോഫിയ ഖുറൈഷി. ഇവിടെ കേണൽ സോഫിയ ഖുറൈഷിയും ലഫ്റ്റനന്റ് ജനറൽ പുനിത അറോറ എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോഫിയ ഖുറൈഷി ഓക്കെ, പക്ഷേ രണ്ടാമതായിട്ട് വരുന്നത് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ആണ് കേട്ടോ. ഓക്കെ, ആരൊക്കെയാണ്? കേണൽ സോഫിയ ഖുറൈഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ്. അപ്പോ 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് നമുക്കറിയാം. പഹൽഗാം അറ്റാക്കുമായി ബന്ധപ്പെട്ട് എന്നൊക്കെ നമ്മൾ ഒരുപാട് ന്യൂസിൽ കണ്ടു തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥരാണ് കേണൽ സോഫിയ ഖുറൈഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ഓക്കെ, വിംഗ് കമാൻഡർ ആരായിരുന്നു എന്ന് മേ ബി ചോദ്യം വരും. ഓക്കെ, അല്ലെങ്കിൽ വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനൊപ്പം ആരാണ് ഉണ്ടായിരുന്നത് എങ്ങനെ വേണമെങ്കിലും തിരിച്ചു ചോദിക്കാം. അപ്പൊ പഠിക്കേണ്ട രണ്ട് വനിതകൾ ആരൊക്കെയാണ്? കേണൽ സോഫിയ ഖുറൈഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ്. കേണൽ സോഫിയ ഖുറൈഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് വനിതകളാണ് അല്ലേ. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ ആണ്. കണക്ട് ചെയ്യുക. ഓപ്പറേഷൻ സിന്ദൂർ ആ പേര് നൽകിയത് ആരെന്ന് മേ ബി ചോദ്യം വരും. നരേന്ദ്രമോദിയാണ്, നമ്മുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ പേര് നൽകിയത്. അപ്പൊ 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയാണെന്ന് ചോദ്യം വന്ന ആരൊക്കെയാണ്? കേണൽ സോഫിയ ഖുറൈഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് കേട്ടോ. വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. അപ്പൊ രണ്ടും ക്ലിയർ ആയല്ലോ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഇതും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഹൽഗാം അറ്റാക്ക് എന്ന് ആലോചിച്ചാൽ മതി. പഹൽഗാം ആണ് കേട്ടോ. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇതിന് ഈ ചോദ്യത്തിന് ഇത്രയും പ്രശസ്തിയും നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ഏത്? പഹൽഗാം. ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണ്? പഹൽഗാം ആണ് കേട്ടോ. പഹൽഗാം ആണ് ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? പഹൽഗാം ആണ് കേട്ടോ. പഹൽഗാം ആണ് എന്തറിയപ്പെടുന്നത്? ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നത്. ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്ന ഏതാണ്? പഹൽഗാം ആണ് ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നത്. നമ്മുടെ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് നമ്മളിപ്പോ പഠിച്ചത്? ഒന്ന് സോഫിയ ഖുറൈഷിയും പിന്നെ വ്യോമിക സിംഗുമാണ് കേട്ടോ. രണ്ടും ഓർത്തു വെക്കുക. വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറൈഷിയും. ഓക്കെ, ഈ രണ്ട് പേരും എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ആട്ടിടയന്മാരുടെ താഴ്വര ഇനി ചോദ്യം വന്നാൽ കിട്ടും. ഏതാണ്? പഹൽഗാം ആണ്. ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നത് പഹൽഗാം ആണ്. ആട്ടിടയന്മാരുടെ താഴ്വര പഹൽഗാം ആണ്. ട്രാജൻ 155mm ടോവേഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം ഏതാണ്? ഉത്തരം വരുന്നത്? ഓസ്ട്രേലിയ, ജപ്പാൻ, റഷ്യ, ഫ്രാൻസ്. ഏതാണ്? ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസ് ആണ്. ഓക്കെ, ഫ്രാൻസ് ആണ്. കാണുന്നില്ലേ? ഫ്രാൻസ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ഫ്രാൻസ് ആണ്. ട്രാജൻ 155mm ടോവേഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം ഏതാണ്? ഓക്കെ, അല്ലെങ്കിൽ ഇനി ഫ്രാൻസുമായി സഹകരിച്ചതെന്ന് തിരിച്ചും ചോദിക്കാം. അപ്പൊ ഇന്ത്യയും ഫ്രാൻസുമാണ് കേട്ടോ സഹകരിച്ചത്. ഇന്ത്യയുമായി സഹകരിച്ചത് ഫ്രാൻസ് ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെ വേണമെങ്കിൽ തിരിച്ച് ചോദ്യം വന്നാലും ഒന്ന് കണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഫ്രാൻസ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ചോദ്യം ഒന്നുകൂടെ. ട്രാജൻ 155mm ടോവേഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ക്ലിയർ അല്ലേ? ഏതാണ്? ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസ് ആണ് കേട്ടോ. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്ത്? എന്താണ് പേര്?
S-400 ട്രയംഫ് ആണ് കേട്ടോ. S-400 ട്രയംഫ്, S-400 ട്രയംഫ് ആണ്. എന്താണ് ചോദ്യം? ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര, ഇതും പഠിച്ചു വെക്കണം. ഓക്കെ, സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്ത്? എന്താണ്? S-400 ട്രയംഫ് ആണ്. അതെന്താണ് അറിയപ്പെടുന്നതെന്നും ചോദ്യം വരും. അതെന്താണ്? സുദർശൻ ചക്ര. അപ്പൊ രണ്ടും പഠിക്കണ്ടേ? സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്താണ്? S-400 ട്രയംഫ് ആണ്. S-400. ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല കേട്ടോ, കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ്. ഓക്കെ, അത് ചിലപ്പോൾ ഓപ്ഷൻസ് കുറെ വായിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ടൈമും കുറച്ച് പോകും. അപ്പൊ അതിൽ നല്ലത് ഇത് നിങ്ങൾക്ക് ആൻസർ മാത്രം പഠിക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചോദ്യം കണ്ട ആൻസർ ഒന്ന് കണക്ട് ആയി വരും. അതിനാണ് ഞാൻ മാക്സിമം റിപ്പീറ്റ് ചെയ്ത് തരുന്നത്. റിപ്പീറ്റിങ്ങിനെ നിങ്ങൾ വില കുറച്ച് കാണരുത്. ഈ റിപ്പീറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങനെ പിന്നെയും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിൻ പാലസിന് മനസ്സിലാവും ഇതെന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന്. അപ്പോൾ ബ്രെയിൻ പാലസ് എക്സാമിന്റെ സമയത്ത് ഈ സാധനം പുറത്തേക്ക് കൊട്ടിത്തരും. ഓക്കെ, അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുകയും ചെയ്യും. അതിനാണ് ഞാൻ പിന്നെയും പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടത് ഏതാണ് നിങ്ങൾക്ക് അവിടെ കണക്ട് ആവും. ഓപ്ഷൻ കണ്ടതും ഇതുമായി ബന്ധപ്പെട്ട് ഇത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്നെങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്താണ്? S-400 ട്രയംഫ്. S-400 ട്രയംഫ്. S-400. ഈ S-400 ഒന്ന് ഓർത്തിരിക്കുക. S-400 ട്രയംഫ് പിന്നെ അവിടെ കാണുമല്ലോ. S-400 ഒപ്പം ഉണ്ടാവും. S-400 എന്താണ് ഓർക്കേണ്ടത്? S-400. അടുത്തത്, സിംല കരാർ ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഏതാണ് സിംല കരാർ? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യ പാകിസ്ഥാൻ ആണ് അല്ലെ? ഇന്ത്യ പാകിസ്ഥാൻ. സിംല കരാർ ഒപ്പുവെച്ചത് ഇന്ത്യ പാകിസ്ഥാൻ ആണ്. സിംല കരാർ ഒപ്പുവെച്ചത് ഇന്ത്യയും പാകിസ്ഥാനുമാണ്. ചോദ്യം, സിംല കരാർ ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് 1972 അല്ലെ ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും. അപ്പൊ അതും ചോദ്യം വരും. ആരൊക്കെ തമ്മിലായിരുന്നു ഒപ്പുവെച്ചത് എന്ന് ചോദ്യം വരും. ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ് ഒപ്പുവെച്ചത് 1972 സിംല കരാർ. 1972 സിംല കരാർ ഒപ്പുവെച്ചത് ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച ഉടമ്പടിയാണ് സിംല കരാർ. ഓക്കെ, സിംല കരാർ ഒപ്പുവെച്ചത് ഇന്ത്യയും പാകിസ്ഥാനുമാണ്. അപ്പൊ സിംല കരാർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാന്ന് ചോദിച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ കിട്ടും. ആരൊക്കെ തമ്മിലാണ്, ആരൊക്കെയാണ് അതിൽ ഒപ്പുവെച്ചതെന്ന് ചോദ്യം വന്നാൽ ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും. ഓക്കെ, സുൽഫിക്കർ അലി ഭൂട്ടോ. ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും. ഏത് കരാർ? സിംല കരാർ. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ് കേട്ടോ. ഒഡീഷ. നീതി ആയോഗിന്റെ ഫുൾ ഫോം ഒക്കെ പഠിച്ചോളാം. അതൊക്കെ GK ഭാഗത്ത് ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ്. നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് നീതി ആയോഗിന്റെ. NITI ആയോഗാണ് കേട്ടോ. NITI ആയോഗ്. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. പിന്നെ നീതി ആയോഗിന്റെ നിലവിലെ CEO, നിലവിലെ വൈസ് പ്രസിഡന്റ് ഒക്കെ ചോദ്യം വരും. അല്ലെങ്കിൽ എപ്പോഴും പ്രസിഡന്റ് ആരാവുന്ന ചോദ്യം വരും. അതൊന്ന് ശ്രദ്ധിക്കുക. പ്രധാനമന്ത്രിയാണ് കേട്ടോ. പ്രധാനമന്ത്രിയാണ്. എപ്പോഴും അധ്യക്ഷൻ ആരാവും? പ്രധാനമന്ത്രിയാണ്. ഇപ്പൊ നിലവിൽ ഉപാധ്യക്ഷൻ അടുത്ത കറണ്ട് അഫയർ ആണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു കറണ്ട് അഫയർ കൂടെ പഠിച്ചോ. നിലവിലെ ഉപാധ്യക്ഷൻ എന്തായാലും ചോദ്യം പ്രതീക്ഷിച്ചോ. അശോക് കുമാർ ലാഹരിയാണ്. ഓക്കെ, അശോക് കുമാർ ലാഹരി ഒന്ന് എഴുതി കാണിച്ചു തരാം. അശോക് കുമാർ ലാഹരി. ഓക്കെ, അശോക് കുമാർ ലാഹരിയാണ് ഏതിന്റെ ഉപാധ്യക്ഷൻ? നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ. അപ്പൊ പുതിയതാണ് അല്ലെ? പുതിയതാണ്. അപ്പൊ കറണ്ട് അഫയർ ആണ്, പഠിച്ചിരിക്കണം. അശോക് കുമാർ ലാഹരിയാണ്. പിന്നെ നിതിൻ ചിബ്ബർ ആണ്. നിതിൻ ചിബ്ബർ ആണ് എന്ത്? നിലവിലെ. ചിഞ്ചർ അല്ല, ചിബ്ബർ.
നിതിൻ ഷിബ്ബറാണ് നിലവിലെ സിഇഒ. നിലവിലെ സിഇഒ ആരാന്നും ചോദ്യം വരും. നിലവിലെ എന്താണ് വൈസ് ചെയർമാൻ ആരാന്നും ചോദ്യം വരും. ഓക്കെ, വൈസ് ചെയർമാൻ ആരാന്നും ചോദ്യം വരും. ഉപാധ്യക്ഷൻ ആരാണ്? ഉപാധ്യക്ഷൻ അശോക് കുമാർ ലാഹരിയാണ്. സിഇഒ ആരാണ്? നിതിൻ ഷിബ്ബറാണ്. നിതിൻ ഷിബ്ബറാണ്. അപ്പൊ നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ് കേട്ടോ. ഒഡീഷയാണ്. ഓക്കെ, ഒഡീഷയാണ് കേട്ടോ. ഒഡീഷ. അപ്പൊ നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക, ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ജസ്റ്റ് കാണാതെ പഠിച്ചു പോയത്, ആൻസർ മാത്രം കാണാതെ പഠിക്കരുത്. ചോദ്യം എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ കണ്ട ചോദ്യത്തിന് പോയിട്ട് ഒഡീഷ ആൻസർ ചെയ്ത് വെക്കും. അപ്പൊ 2025 പ്രകാരം നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഏതാണ്? ഒഡീഷയാണ്. അടുത്ത ചോദ്യം നോക്കാം. നീതി ആയോഗിന്റെ അധ്യക്ഷനും ഉപാധ്യക്ഷനും കിട്ടണം. പിന്നെ എപ്പോഴും അധ്യക്ഷൻ ആരാവും? പ്രധാനമന്ത്രിയാവും നീതി ആയോഗിന്റെ. അപ്പൊ നിലവിൽ ആരാന്ന് ചോദ്യം വന്നാൽ നമുക്കൊക്കെ കിട്ടും. അത് നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷനും നരേന്ദ്രമോദിയാണ്. നിലവിലും നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. ആരാണ്? അരവിന്ദ് പനഗരിയ. അതും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. 2015 ജനുവരി 1 നിലവിൽ വന്നത് നീതി ആയോഗ്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ആദ്യം അധ്യക്ഷനായ വ്യക്തിയാണ് ആര്? ആദ്യം അധ്യക്ഷൻ നരേന്ദ്രമോദി തന്നെയാണ്. ആദ്യ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. ആദ്യ സിഇഒ ആണ് സിന്ധു ശ്രീ ഖുള്ളർ. സിന്ധു ശ്രീ ഖുള്ളർ. ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദി. ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ. ആദ്യ സിഇഒ സിന്ധു ശ്രീ ഖുള്ളർ. ഇത് ആദ്യത്തേത്. നിലവിലെ നമ്മുടെ കറണ്ട് അഫയർ ആണ് ആര്? അശോക് കുമാർ ലാഹരി. അശോക് കുമാർ ലാഹരിയാണ് നിലവിലെ ഉപാധ്യക്ഷൻ. നിലവിലെ സിഇഒ ആണ് നിതിൻ ഷിബ്ബർ. ഓക്കെ, നിതിൻ ഷിബ്ബർ. അപ്പൊ അതും ക്ലിയർ ആയി. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് നമുക്കൊക്കെ അറിയാം. അത് അത്രയും കേട്ടിട്ടുണ്ട്, അത്രയും ന്യൂസിൽ വന്ന കാര്യം കൂടെയാണ്. അപ്പൊ അത് ആൻസർ അറിയുന്നതാണ്. ഏതാണ്? ഓപ്പറേഷൻ സിന്ദൂർ ആണ്. ഓപ്പറേഷൻ സിന്ദൂർ. ഇവിടെ പിന്നെ ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് ഓപ്പറേഷൻ സിന്ദൂർ ആ പേര് നൽകിയത് ആരാന്ന് ചോദ്യം വരും. അതാരാണ്? നരേന്ദ്രമോദിയാണ്. ഓക്കെ, നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിന് ആ പേര് നൽകിയത് നരേന്ദ്രമോദിയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ആ പേര് നൽകിയത്. അപ്പോൾ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഏത്? ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ. അടുത്തത് 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? ചോദ്യം വരും കേട്ടോ. ഇത് ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരു വട്ടം കൂടെ. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? എത്രയാണ്? 100 ആണ് കേട്ടോ. ആൻസർ വരുന്നത് 100 ആണ്. 100 കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത്. 100. ഓക്കെ, ക്ലിയർ അല്ലേ? 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 100 കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത്. എത്ര കാർഷിക ജില്ലകളാണ്? 100 കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത്. എത്രയാണ്? 100 കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത്. 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ളതാണ്? ഏത് വിഭാഗത്തിന്റെയാണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെയാണ് കേട്ടോ. പട്ടികവർഗ വിഭാഗങ്ങളുടെയാണ്. പട്ടികവർഗ വിഭാഗങ്ങളുടെയാണ്. ഓക്കെ, 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ. ഉന്നതിയിലേക്ക് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഉന്നതിയിലേക്ക് എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ച് തന്നതാണ്. അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക. നമ്മുടെ ആപ്പിലൊക്കെ ഉള്ളവർക്ക്, അതായത് നമ്മുടെ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്തവർക്ക് അവിടെ പഠിപ്പിക്കുന്ന സമയത്ത് ഉന്നതി എന്ന് നമ്മൾ കണക്ട് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക. ആപ്പിലുള്ളവർ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്തവർ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് LDC LGS വൈകിപ്പിക്കാതിരിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് ചെയ്യുന്നു, അതിനനുസരിച്ച് നിങ്ങളുടെ മാറ്റങ്ങൾ അത്രയും നിങ്ങൾ കാണും. അത്രയും നിങ്ങൾ മേലേക്ക് എത്താൻ, ആദ്യ റാങ്കുകൾ എത്താൻ നിങ്ങൾ അത്രയും അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആവും. കുറച്ച് കാലം കഴിയട്ടെ, ഒന്ന് പഠിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ജോയിൻ ചെയ്യാൻ അങ്ങനെ വിചാരിക്കരുത്. ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയ നല്ല ഒരു വേരിയേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് റാങ്ക് ഉറപ്പിക്കാണ് വേണ്ടത്. കിട്ടുമെന്നൊന്ന് ശ്രമിച്ച് നോക്കലല്ല. അങ്ങനെയുള്ളവർ എൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്യരുത്. കിട്ടുമോ നോക്കട്ടെ, ചിലപ്പോൾ കിട്ടിയാലോ. അതിനാണെങ്കിൽ വരണ്ട, കിട്ടും. ഇപ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ എന്തായാലും ഞാൻ ഉണ്ടാവും എന്ന വിശ്വാസത്തിൽ നിങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ, നിങ്ങൾ നേടും. ഓക്കെ,
അപ്പൊ നോക്കാം, പട്ടികവർഗ വിഭാഗങ്ങളുടെയാണ് കേട്ടോ. എന്താണ്? ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ളതാണ്? പട്ടികവർഗ വിഭാഗങ്ങളുടേതാണ്. പട്ടികവർഗ വിഭാഗങ്ങളുടെ. ഒരു വട്ടം കൂടെ, 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ളതാണ്? പട്ടികവർഗ വിഭാഗങ്ങളെ. ചിലപ്പോൾ ഓപ്ഷനിൽ പട്ടികജാതിയും തരും, പട്ടികവർഗ വിഭാഗങ്ങളുടെ. ശ്രദ്ധിക്കട്ടോ, പട്ടികവർഗം. ഓക്കെ, പട്ടികവർഗ വിഭാഗങ്ങളുടേതാണ്. 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? നമുക്കൊക്കെ അറിയാത്തവർ പഠിക്കുക. നിർബന്ധമാണ് നിർമ്മലാ സീതാരാമൻ. നിർബന്ധമാണ് നിർമ്മലാ സീതാരാമൻ അല്ലേ? നിർബന്ധമാണ് നിർമ്മലാ സീതാരാമൻ. അപ്പൊ 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആര് എന്ന് ചോദ്യം വന്ന ആരാണ്? നിർമ്മലാ സീതാരാമൻ. നിർമ്മലാ സീതാരാമൻ. നിർബന്ധല്ലേ? നിർബന്ധാണ് നിർമ്മലാ സീതാരാമൻ. ചുവടെ നൽകിയിട്ടുള്ളവയിൽ 2025 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായതാണ്. അപ്പൊ തെറ്റിൽ എന്താ തെറ്റെന്നും ഞാൻ പറഞ്ഞുതരാം. ആ തെറ്റും ശരിയാക്കി പഠിച്ചിട്ട് പോകണം. ചിലപ്പോൾ അതാവുമല്ലോ അടുത്ത ഓപ്ഷൻ വരിക. ശ്രദ്ധിക്കാം. 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. അതെന്താണ്? ശരിയാണ്. അടുത്തത് 16 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 15% നികുതി. അതെന്താണ്? അതും തെറ്റാണ്. ഓക്കെ, ശരിയല്ല കേട്ടോ, അത് തെറ്റാണ്. എന്താണ് അവിടെ തെറ്റ്? പറഞ്ഞുതരാം. 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെ രൂപയുള്ള വരുമാനത്തിന് 5% നികുതി. 4 മുതൽ 8 ലക്ഷം വരെയുള്ളതിനാണെങ്കിൽ 5% നികുതി. അതും ശരിയാണ്. ഇവിടെ എന്താ തെറ്റ് വന്നത്? 16 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 15% നികുതി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി അത് 20% നികുതിയാണ്. 20% നികുതിയാണ് കേട്ടോ. 20%, 20% നികുതിയാണ്. അപ്പൊ 16 ലക്ഷം മുതൽ 20 ലക്ഷം വരെയുള്ള വരുമാനത്തിന് 15% അല്ല 20% നികുതിയാണ്. 20%. അപ്പൊ ക്ലിയർ അല്ലേ? 20% 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതിയാണ്. അടുത്തത് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് 2024 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? 2024 സാറാ ജോസഫിനാണ് കേട്ടോ. സാറാ ജോസഫിനാണ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 2024 ആർക്കാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം? അത് സാറാ ജോസഫിനാണ്. അപ്പൊ നമുക്ക് എന്തും ചോദ്യം വരും. 2025 ഇനി ചോദ്യം വരില്ലേ? 2025, 2026 പ്രഖ്യാപിച്ചില്ല. 2025 ആർക്കാണ് ലഭിച്ചത്? മേലേതിൽ രാധാകൃഷ്ണനാണ് കേട്ടോ. മേലേതിൽ രാധാകൃഷ്ണൻ. ഓക്കെ, മേലേതിൽ രാധാകൃഷ്ണനാണ് 2025 ലഭിച്ചത്. 2025 മേലേതിൽ രാധാകൃഷ്ണൻ, 2024 സാറാ ജോസഫ്. ഏത് കൃതിക്കാണ് ലഭിച്ചത്? ഏത് കൃതിക്കാണ്? മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. അത് പഠിച്ചു വെക്കുക കേട്ടോ, വെറുതെ കാണാതെ പഠിക്കരുത്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് സാറാ ജോസഫിനാണ്. 2025 ലഭിച്ചത് മേലേതിൽ രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ, പിന്നെ അതുപോലെ തന്നെ സാറാ ജോസഫിനാണ് 2024 ലഭിച്ചത്. ചോദ്യം വരും, അതിനാണ് റിപ്പീറ്റ് ചെയ്ത് പറയണത്. ഓക്കെ, ചോദ്യം പ്രതീക്ഷിച്ചു പോവുക. ഓക്കെ, എന്തായാലും ചോദ്യം വരും. 2024 ലഭിച്ചത് ആർക്കാണ്? സാറാ ജോസഫിനാണ്. 2025 ലഭിച്ചത് മേലേതിൽ രാധാകൃഷ്ണനാണ്. അടുത്ത ചോദ്യം, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? 2024 ആൾക്കാണ് ലഭിച്ചത്. 2024 NS മാധവനാണ്. 2024 NS മാധവൻ. ഒന്ന് പറഞ്ഞുതരാ. 25 ആരാണ്? KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ള. കാണുന്നില്ലേ? ചോപ്പ് എഴുതും. ഒരു മിനിറ്റ്. ഓക്കെ, ചോപ്പ് കാണുന്നു. ഞാൻ മഞ്ഞയിൽ എഴുതാം. 2025 KG ശങ്കരപ്പിള്ള. ഓക്കെ, ശങ്കരപ്പിള്ള. ഈ പിള്ള കണക്ട് ചെയ്യാം കേട്ടോ. പിള്ള ഒരാവശ്യമുണ്ടേ. പിള്ള കണക്ട് ചെയ്ത് വെക്കാം. പിന്നെ 2024 നമ്മളിപ്പോൾ പഠിച്ച NS മാധവൻ കണക്ട് ചെയ്യാം.
മാധവനും കിട്ടും. മാധവൻ എടുത്തു വെക്കണേ, മാധവനും ഒന്ന് കണക്ട് ചെയ്ത് വെക്കണം. പിന്നെ 2023 ഇനി ചാൻസ് കുറവാണ് എങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. SK വസന്തനാണ്. ഇവിടെ എവിടെയും ഉണ്ടോ? ഇല്ല. SK വസന്തനാണ് 2023 ലഭിച്ചത്. ആർക്കാണ്? SK വസന്തൻ. ഇനി 3 ഞാനൊന്ന് കണക്ട് ചെയ്ത് തരട്ടെ. എഴുത്തച്ഛൻ പുരസ്കാരം എന്തായാലും പഠിച്ചിട്ട് പോയിക്കോ. ആദ്യം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് കേട്ടോ. ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചത്. അതും പഠിച്ചു വെക്കുക. ശൂരനാട് കുഞ്ഞൻപിള്ള. അവിടെയും പിള്ള ഉണ്ട്. പിള്ള കണക്ട് ചെയ്യാൻ പറ്റും. ഇനി എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അച്ഛൻ പ്ലസ് പിള്ളേച്ചൻ. ഓക്കെ, പിള്ളേച്ചനെ കണക്ട് ചെയ്യണം. എഴുത്തച്ഛൻ, അച്ഛനെയും പിള്ളയെയും രണ്ടാളും ആരുമായിട്ട് കണക്ട് ചെയ്യണം? പിള്ളേച്ചൻ എന്ന് കണക്ട് ചെയ്യണം കേട്ടോ. പിള്ളേച്ചനായിട്ട് കണക്ട് ചെയ്യണം. പിള്ളേച്ചൻ ഏത് സിനിമയിലാണ് പിള്ളേച്ചൻ ഉള്ളത്? ഏത് സിനിമയിലാണ് പിള്ളേച്ചൻ? ഒന്ന് ഓർത്തു നോക്ക്. പിള്ളേച്ചൻ ഏതാണ്? മാധവൻ, മീശമാധവനിലാണ് പിള്ളേച്ചൻ. ഓക്കെ, അപ്പോ പിള്ള കണ്ടു കഴിഞ്ഞാൽ, അതായത് 2025 അവസാനം ലഭിച്ചത് പിള്ളക്കാണ്, ശങ്കരപിള്ള. ഓക്കെ, KG ശങ്കരപിള്ളക്കാണ്. 24 NS മാധവൻ. അപ്പൊ മീശമാധവനും പിള്ളേച്ചനും കണക്ട് ചെയ്യാനാണ് 24. 23 വസന്തം കണക്ട് ചെയ്യാൻ നമ്മുടെ അച്ഛന്മാരുടെ ഒക്കെ സ്റ്റാറ്റസ് ആലോചിച്ചാൽ മതി. അതായത് ആ സ്റ്റാറ്റസ് അല്ല, വാട്സപ്പ് സ്റ്റാറ്റസ് ആണ്. അച്ഛന്മാരുടെ ഒക്കെ വാട്സപ്പ് സ്റ്റാറ്റസ് എപ്പോഴും എന്താ? എപ്പോഴും ഇങ്ങനെ വസന്തകാലാണ് അല്ലെ, പൂക്കളൊക്കെ ആയിട്ട് വസന്തം. ഓക്കെ, അപ്പൊ അച്ഛന്മാര് വസന്തം. 23 ചോദിക്കാൻ ചാൻസ് ഇല്ല. 24, 25 ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് തന്നെയാണ്. ഓക്കെ, KG ശങ്കരപിള്ളക്കാണ്. ഇനി ചോദ്യം വരാൻ ചാൻസ് ഇത് കൂടുതലാണ് കേട്ടോ. 2025 ലഭിച്ചത് KG ശങ്കരപിള്ള. 2025 ലഭിച്ചത് ആർക്കാണ്? KG ശങ്കരപിള്ള. 2025 ആർക്കാണ്? KG ശങ്കരപിള്ള. 2025 KG ശങ്കരപിള്ള. 24 SK വസന്തൻ. 23 NS മാധവനാണ്. എത്ര? 24 ലഭിച്ചത്. 23 SK വസന്തൻ. എഴുത്തച്ഛൻ പുരസ്കാരം ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ എഴുത്തച്ഛൻ പുരസ്കാരം? ഓക്കെ, അപ്പോ 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം ഏതാണ്? NS മാധവൻ. ഇതേ ചോദ്യം 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് എന്ന് ഇനിയൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്താ ആൻസർ ചെയ്യും? KG ശങ്കരപിള്ളയാണ് 25 നേടിയത്. അതും ക്ലിയർ ആയി. അടുത്തത് 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നമുക്കൊക്കെ അറിയാം. അത് പൃഥ്വിരാജാണ് കേട്ടോ. പൃഥ്വിരാജ്. ഓക്കെ, പൃഥ്വിരാജാണ് കേട്ടോ. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പൃഥ്വിരാജാണ്. ഓക്കെ അല്ലേ? ആരാണ്? പൃഥ്വിരാജാണ്. ഇനി ഇത് 2025 ചോദിക്കുന്നെങ്കിലോ, 2025 25 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ്. 55ാമത് ഏത് 2025 കൊടുത്തുള്ളത്. അത് ലഭിച്ചത് ആർക്കാണ്? മമ്മൂട്ടിക്കാണ് കേട്ടോ. മമ്മൂട്ടി. ഓക്കെ, മമ്മൂട്ടിക്കാണ് ലഭിച്ചത്. ഓക്കെ, മമ്മൂട്ടിയാണ്. ഏത് ചിത്രത്തിനാണെന്ന് ഒരുപക്ഷെ ചോദ്യം വന്ന ബ്രഹ്മയുഗം. ഓക്കെ, ബ്രഹ്മയുഗത്തിനാണ്. 55ാമത് ആയിട്ട് ആർക്ക് ലഭിച്ചു? മമ്മൂട്ടിക്ക് ലഭിച്ചു. 54ാമതായിട്ട് പൃഥ്വിരാജിന് ലഭിച്ചത് ഏതിനാന്നും നമുക്കറിയാം. ആടുജീവിതത്തിലെ നജീബ് എന്ന ക്യാരക്ടറിനാണ് ലഭിച്ചത് അല്ലെ. ആടുജീവിതത്തിനാണ് പൃഥ്വിരാജിന് ലഭിച്ചത്. ആടുജീവിതം എഴുതിയത് ആരാ? ബെന്യാമിനാണ് കേട്ടോ. ആടുജീവിതം എന്ന കൃതി രചിച്ചത് ആരാണ്? ബെന്യാമിനാണ്. അത് പഠിച്ചു വെക്കുക. ആടുജീവിതം എന്ന് കാണുമ്പോൾ പോയിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ കറുപ്പിക്കരുത്. ആടുജീവിതം ബെന്യാമിനാണ്. ഇങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. ബെന്യാമിന്റെ ആടുജീവിതം. ഓക്കെ, ബെന്യാമിന്റെ ആടുജീവിതം. എന്റെ അനിയത്തിനോട് ഒരു ദിവസം ചോദ്യം ചോദിച്ചിരുന്നു. ബെന്യാമിന്റെ ആടുജീവിതം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പൊ ആരാണ് ചോദിച്ചത്? അതിൽ ചോദ്യം ചോദിച്ചപ്പോൾ ബെന്യാമിന്റെ ആടുജീവിതം ചേർത്ത് അവള്, അതായത് ഒരു ചെറിയ പ്രായത്തിലാണ് ചോദിച്ചത്. അവള് 6ലോ 7ലോ പഠിക്കുമ്പോഴാണ് ചോദിച്ചത്. ബെന്യാമിന്റെ ആടുജീവിതം രചിച്ചത് ആരാന്ന് ചോദിച്ചപ്പോൾ അവൾ ആൻസർ ചെയ്തതാണ് ബഷീർ. ഓക്കെ, ബെന്യാമിന്റെ ആടുജീവിതം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് ബെന്യാമിനാണ്. ഓക്കെ, ബെന്യാമിൻ രചിച്ച ആടുജീവിതമാണ്. ആടുജീവിതമല്ല ബഷീറിന്റെ. പാത്തുമ്മയുടെ ആടൊക്കെയാണ് ബഷീറിന്റെ. ഓക്കെ, പാത്തുമ്മയുടെ ആട്. അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോ 54ാമത് ആർക്കാണ്? പൃഥ്വിരാജ്. 55ാമത് ഇനി ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. മമ്മൂട്ടിക്കാണ്. ബ്രഹ്മയുഗത്തിനാണ് ലഭിച്ചത്. പിന്നെ നമ്മൾ നേരത്തെ ഏതാണ് ഡിസ്കസ് ചെയ്തത്? എഴുത്തച്ഛൻ പുരസ്കാരം ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ വയലാർ പുരസ്കാരം ഒന്ന് പഠിക്കണം. ഓടക്കുഴൽ പുരസ്കാരം, സാഹിത്യ പുരസ്കാരങ്ങൾ എന്നൊരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോഡുകളൊക്കെ യൂസ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ പഠിച്ചു പോകാൻ പറ്റും. മിസ്സാക്കരുതേ. നമ്മൾ ഇതുമായി കണക്ട് ചെയ്ത് ചോദ്യം വന്നതുകൊണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത നോക്കാം. ഇനി ടൈം കിട്ടുകയാണെങ്കിൽ ലാസ്റ്റ് എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ലാസ്റ്റ് അതും കൂടെ പറഞ്ഞുതരാം. വയലാർ പുരസ്കാരം അഥവാ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒന്ന് പോയി സാഹിത്യ പുരസ്കാരങ്ങൾ കാണണേ. അപ്പൊ ഇത് പഠിച്ചു. മികച്ച നടനായി തിരഞ്ഞെടുക്കുക. ഓക്കെ, അടുത്തത് 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? പറഞ്ഞ എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? എഴുത്തച്ഛൻ
അച്ഛന്മാരുടെ സ്റ്റാറ്റസ് എന്തെങ്കിലും ഒന്ന് കണക്ഷൻ കിട്ടുന്നുണ്ടോ? ഇതിൽ ആൻസർ കിട്ടാൻ എന്തെങ്കിലും കണക്ഷൻ കിട്ടുന്നുണ്ടോ? ഇപ്പൊ നേരത്തെ പറഞ്ഞു തന്നിട്ടല്ലോ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ആർക്കാണ് ലഭിച്ചത്? ഇതിൽ കിട്ടിയോ അല്ലേ? അച്ഛന്മാരുടെ സ്റ്റാറ്റസ് വസന്തം. ഓക്കെ, അപ്പൊ SK വസന്തനാണ് 2023 ലഭിച്ചത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇതിൽ ഏതാണ് തെറ്റായ ജോഡി? ഇതിൽ ഒരെണ്ണം ഇപ്പൊ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ, അത് ശരിയാണ്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? 2024 പുരസ്കാരങ്ങളാണ്, അതും കിട്ടി. ഓക്കെ, അഥവാ 2025 വന്നതെങ്കിൽ നമ്മൾ KG ശങ്കരപ്പിള്ളയാണ് ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ എന്താണ്? NS മാധവൻ 2024 അപ്പൊ അത് ശരിയാണ്. വയലാർ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? അശോകൻ ചെരുവിൽ, അതും ശരിയാണ്. ഇത് 2025 ഇത് ചോദ്യം വന്നാലും നമ്മൾ ആൻസർ ചെയ്യണ്ടേ? ഇതാർക്കാണ്? വയലാർ പുരസ്കാരം മീൻസ് ഈ സന്തോഷ് കുമാറിനാണ് കേട്ടോ. വയലാർ പുരസ്കാരം 2025 ലഭിച്ചത് ഈ സന്തോഷ് കുമാർ. അതുകൂടെ ഇവിടെ നിന്ന് എഴുതി വെക്കാം. ഈ സന്തോഷ് കുമാർ. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലെ? ഈ സന്തോഷ് കുമാറിനാണ് കേട്ടോ. കാണുന്നുണ്ട്. ഈ സന്തോഷ് കുമാറിനാണ് 2025 ലഭിച്ചത്. ഈ മേലിട്ടുണ്ട് ഈ സന്തോഷ് കുമാർ. ഈ സന്തോഷ് കുമാറിനാണ് ലഭിച്ചത്. ഇത് 2025 കേട്ടോ. 25 ഈ സന്തോഷ് കുമാറിനാണ് ലഭിച്ചത്. പിന്നെ കേരള ജ്യോതി പുരസ്കാരം, ഇതും ശരിയാണ് കേട്ടോ. MK സാനുവിനാണ്. അപ്പൊ ഇത് മൂന്നും ഇപ്പൊ ശരിയാണ്. MK സാനു. അപ്പൊ ഇവിടെ തെറ്റിനി വരാൻ ചാൻസ് ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ്? P അരവിന്ദാക്ഷനാണ് 2024 ലഭിച്ചത്. 2024 ആർക്കാണ്? 24 P അരവിന്ദാക്ഷൻ. ഇവർക്ക് ഓരോ പേരിട്ടാൽ മതിയല്ലോ. ഓക്കെ, ഇനി 25 EP രാജഗോപാലൻ. EP രാജഗോപാലൻ ക്ലിയർ ആക്കി തരാം കേട്ടോ. അത് ക്ലിയർ ആക്കി തരാം. അപ്പോ 2025 എഴുത്തച്ഛൻ പുരസ്കാരം ചോദ്യം വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ള. അപ്പൊ ഇവിടെ 24 NS മാധവൻ ശരിയാണ്. 25 KG ശങ്കരപ്പിള്ള. ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പൊ 24 ആർക്കാണ്? NS മാധവൻ. 25 ആരാണ്? KG ശങ്കരപ്പിള്ള. അവിടെ ക്ലിയർ ആയി. നമ്മൾ പിള്ളേച്ചനെ വെച്ചിട്ടൊക്കെ നേരത്തെ കണക്ട് ചെയ്തു. ഇനി അടുത്തതാണ് വയലാർ പുരസ്കാരം. അശോകൻ ചെരുവിൽ 2024 ലഭിച്ചത് കേട്ടോ. 25 ആർക്കാണ്? ഈ സന്തോഷ് കുമാറാണ്. അപ്പൊ വയലാറാണ്. വയലാർ. അപ്പൊ നമ്മളൊരു വയൽ ആലോചിക്കുക. ഓക്കെ, വയൽ കണ്ടു കഴിഞ്ഞാൽ പൊതുവെ എന്താണ്? വയൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാർക്കൊക്കെ എന്താണ്? അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്കൊക്കെ വയൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അല്ലെ? വയൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ വയൽ കണ്ടാൽ സന്തോഷമാണ്. അപ്പൊ സന്തോഷ് കുമാർ. ഓക്കെ, പിന്നെ അടുത്തത് ആർക്കാ ലഭിച്ചത്? അശോകൻ ചെരുവിലിനാണ്. 24 കണക്ട് ചെയ്യാനാണ്. നമ്മളൊരു ചെരുവിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വയൽ എന്ത് ചെയ്യും? മറഞ്ഞു പോകും. വയല് മറഞ്ഞു പോകും. അപ്പൊ എന്താണ്? അപ്പോ സങ്കടായി. ഓക്കെ, അതായത് അപ്പൊ എന്താണ്? ശോകായി. ശോകം. ഓക്കെ, ഇത് കിട്ടാനാണ് കേട്ടോ. ശോകം, അശോകം കിട്ടാനാണ്. ശോകമായി. ഓക്കെ, അപ്പൊ അതിങ്ങനെ ചെരുവിലേക്ക് മറിഞ്ഞു പോകുമ്പോൾ ശോകമായി. അപ്പൊ എന്താണ് കണക്ട് ചെയ്ത്? ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ഷൻ ആലോചിച്ച് നോക്ക്. വയലാറാണ്. അപ്പൊ വയൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ സന്തോഷമാണ് ആദ്യം വന്നത്. ഓക്കെ, ആദ്യം സന്തോഷമാണ് വന്നത്. അപ്പൊ 25 സന്തോഷമാണ്. പിന്നെ 24 പഴയതാണ്. അപ്പൊ 24 എന്താണ്? ഇങ്ങനെ ചെരുവിലേക്ക് പോകുമ്പോൾ ശോകമായി. രണ്ടും ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി 23 ചോദിക്കുകയാണെങ്കിൽ ഈ വയലിൽ നമ്മൾ എന്തിനെ കാണും? തുമ്പിയൊക്കെ കാണും. അതും കണക്ട് ചെയ്യുക. വയലിൽ നമ്മൾ എന്തിനെ കാണും? തുമ്പിയെ കാണും. വയലില് തുമ്പി. ശ്രീകുമാരൻ തമ്പി. വയലില് തുമ്പി. ശ്രീകുമാരൻ തമ്പി. വയലില് തുമ്പി. ശ്രീകുമാരൻ തമ്പി. അതും കിട്ടിയല്ലോ. വയലിൽ നമ്മൾ തുമ്പിയെ കാണും. ശ്രീകുമാരൻ തമ്പി. കണക്ട് ചെയ്താൽ പോരെ? അപ്പൊ അതും കിട്ടി. സെറ്റാണ്. ഓക്കെ, പിന്നെ കേരള ജ്യോതി പുരസ്കാരം അതൊന്ന് പഠിച്ചാൽ മതി. 24 MK സാനുവാണ്. MK സാനുവിനാണ് കേരള ജ്യോതി. 25 ഇപ്പൊ പറഞ്ഞുതരാം. ഇതൊന്ന് ക്ലിയർ ആക്കണം. ഇത് മൂന്നുമാണ് നമുക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഓടക്കുഴൽ പുരസ്കാരം വിനയചന്ദ്രൻ അല്ല. ഓടക്കുഴൽ പുരസ്കാരം 2024 P അരവിന്ദാക്ഷനാണ്. 25 നമുക്ക് കിട്ടും. നമ്മുടെ ഓടക്കുഴൽ ആരുടെ കയ്യിലുണ്ടാവുക? ഓടക്കുഴൽ നമ്മുടെ കൃഷ്ണന്റെ കയ്യിലാണ് ഉണ്ടാവുക. അതിൽ 23 കിട്ടിയത് PN ഗോപികൃഷ്ണനാണ്. അത് കൃഷ്ണനെ വെച്ച് കണക്ട് ചെയ്യും. അതുപോലെ തന്നെ രാജഗോപാലൻ. ആ ഗോപാലനെ വെച്ചിട്ടില്ല, ഗോപാലൻ എന്നുള്ളത് വെച്ച് നമുക്ക് കൃഷ്ണനെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതും അങ്ങനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഈ P രാജഗോപാലൻ. ഓക്കെ, അപ്പൊ അത്രയും അരവിന്ദാക്ഷൻ ഒന്ന് പഠിച്ചു വെക്കുക. P അരവിന്ദാക്ഷനാണ് 2024 ലഭിച്ചത്. ഓക്കെ, പിന്നെ കേരള ജ്യോതി പുരസ്കാരം 2024 നമ്മൾ പഠിച്ചു. ആർക്കാണ്? MK സാനു. അപ്പൊ 25 ഡോക്ടർ MR. ഡോക്ടർ MR. DR MR രാഘവ വാര്യരാണ് കേട്ടോ. രാഘവ
വാര്യർ. ഓക്കെ, ഡോക്ടർ M.R. രാഘവ വാര്യർക്കാണ് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിക്കണമെന്നല്ല, ഇതും പഠിച്ചോ. ഓക്കെ, ഡോക്ടർ M.R. രാഘവ വാര്യർക്കാണ് എന്ത് ലഭിച്ചത്? 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. ഓടക്കുഴൽ പുരസ്കാരം 2025 ഗോപാലകൃഷ്ണൻ നമ്മൾ പഠിച്ചു അല്ലെ, ഗോപാലകൃഷ്ണൻ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അതും കിട്ടി. അടുത്തത്, കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? വല്ല ഓർമ്മയുണ്ടോ ഇപ്പൊ പറഞ്ഞത്? കുറച്ചു മുമ്പ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യവുമായി റിലേറ്റഡ് ആണ്. ഏതാണ്? കെ സ്മാർട്ട് ആണ് കേട്ടോ, കെ സ്മാർട്ട് ആണ് അല്ലെ. ഉത്തരം കിട്ടിയില്ലേ? കെ സ്മാർട്ട് ആണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ആണ് കെ സ്മാർട്ട്. ഏതാണ്? കെ സ്മാർട്ട് ആണ് കേട്ടോ. ഏതാണ്? കെ സ്മാർട്ട് ആണ്. ഓക്കെ, അടുത്തത് നോക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2025 മെയ് 2-നാണ്. ഈ ഡേറ്റ് എന്തായാലും പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. 2025 മെയ് 2, 2025 മെയ് 2-നാണ്. 2025 മെയ് 2-നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2025 മെയ് 2-നാണ്. 2025 മെയ് 2-നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2025 മെയ് 2-നാണ്. 2025 മെയ് 2. ഒന്ന് പഠിച്ചിട്ട് പോയിക്കോ. 2025 മെയ് 2-നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. ഒരു വട്ടം കൂടെ പറയാ, 2025 മെയ് 2-ആണ് കേട്ടോ വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറയാണ് കേട്ടോ. ഏതാണ്? പുല്ലമ്പാറ. പുല്ലമ്പാറയാണ്. ഏതാണ്? പുല്ലമ്പാറ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്താണ് പുല്ലമ്പാറ. ഏതാണ്? പുല്ലമ്പാറ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്താണ് പുല്ലമ്പാറ. ഏതാണ്? പുല്ലമ്പാറ. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറയിലാണ് കേട്ടോ. എവിടെയാണ്? ശാസ്താംപാറയിലാണ്. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറയിലാണ്. ശാസ്താംപാറയിലാണ് സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? ശാസ്താംപാറയിലാണ്. എവിടെയാണ്? ശാസ്താംപാറയിലാണ്. ശാസ്താംപാറ. ശാസ്താംപാറ. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് പോയിക്കോ. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? എ ജയതിലകാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. എ ജയതിലകാണ്. എ ജയതിലക്. അപ്പൊ നിലവിലെ ചീഫ് സെക്രട്ടറി എന്നും ചോദ്യം വരാം. ചോദ്യം എങ്ങനെ വന്നാലും കിട്ടണം. ആരാണ്? എ ജയതിലകാണ്. ആരാണ്? എ ജയതിലകാണ്. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് എ ജയതിലക്. ആരാണ്? എ ജയതിലകാണ്. ഓക്കെ, അപ്പൊ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആണ് എ ജയതിലക്. 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? എ ജയതിലക്. ചീഫ് സെക്രട്ടറി എ ജയതിലക്. ചീഫ് സെക്രട്ടറി എ ജയതിലകാണ്. എ ജയതിലകാണ് ചീഫ് സെക്രട്ടറി. ഓക്കെ, അടുത്തത്, കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? സാധ്യത ഉണ്ട് കേട്ടോ, വരാൻ നല്ല സാധ്യത ഉണ്ട്. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ 2024
രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷനാണ് എ ഷാജഹാൻ. ആരാണ് അധ്യക്ഷൻ? ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ, കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? എ ഷാജഹാൻ ആണ്. എന്താണ് ഉദ്ദേശം? നമ്മൾ രണ്ടു വട്ടം പറഞ്ഞു, ഇത് പഠിച്ചു വെക്കുക. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷനാണ് എ ഷാജഹാൻ. ആരാണ്? എ ഷാജഹാൻ ആണ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ. ആരാണ്? എ ഷാജഹാൻ ആണ് കേട്ടോ. എ ഷാജഹാൻ ആണ്. എ ഷാജഹാൻ. അടുത്തത്, ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? കിദൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. കാസർഗോഡ്, സപ്തഭാഷാ സംഘഭൂമി എന്നൊക്കെ അറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലാണ് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷിഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കിദൂർ പക്ഷിഗ്രാമം കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലാണ്. 2025 ജനുവരിയിൽ സ്ഥിരം ഗ്രാമന്യായാലയ, അതായത് ഗ്രാമകോടതി അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലം ഏതാണ്? ഇതിലേതാണ്? വാമനപുരമാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, വാമനപുരമാണ്. ഓപ്ഷൻ സി, വാമനപുരം. 2025 ജനുവരിയിൽ സ്ഥിരം ന്യായാലയ ഓക്കെ അഥവാ ഗ്രാമകോടതി അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലമാണ് വാമനപുരം. ഏതാണ്? വാമനപുരമാണ് കേട്ടോ. വാമനപുരം. ഒരു വട്ടം കൂടെ, 2025 ജനുവരിയിൽ സ്ഥിരം ഗ്രാമന്യായാലയ അഥവാ ഗ്രാമകോടതി അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി, ചിലപ്പോൾ ഇത് മാത്രം ചോദ്യം വരും, തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലമാണ് വാമനപുരം. പഠിച്ചു വെച്ചോ, വാമനപുരം. വാമനപുരം തർക്കരഹിതം. വാമനപുരം തർക്കരഹിതം. അടുത്തത്, ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, ഇനിയും വരും. കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട്. ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയത് ഏതെന്ന് മാത്രം ചോദ്യം വരാ. ഇല്ലെങ്കിൽ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചത് ഏതെന്നും ചോദ്യം വരാ. രണ്ടായാലും ഏതാണ്? കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോടാണ്. കോഴിക്കോടാണ്. കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോടാണ്. അടുത്തത്, തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടതാണ്? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് ഏത്? തിരികെ സ്കൂളിലേക്ക്. ഓക്കെ, അപ്പൊ തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടതാണ്? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് ഏത്? തിരികെ സ്കൂളിലേക്ക്. ഇത് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇനിയും. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു വെക്കുക. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടതാണ്? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് ഏത്? തിരികെ സ്കൂളിലേക്ക്. തിരികെ സ്കൂളിലേക്ക്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? എന്നാണ് സമർപ്പിച്ചത്? 2025 മെയ് 2. 2025 മെയ് 2. ആ ഡേറ്റ് എന്തായാലും ഓർത്തു വെക്കുക. പിന്നെ ഇത് ഏത് താലൂക്കിലാണ്? എവിടെ? നെയ്യാറ്റിൻകരയിലാണ് കേട്ടോ. നെയ്യാറ്റിൻകര. സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ്. ജില്ല നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിലാണ്. നെയ്യാറ്റിൻകര താലൂക്കിലാണ്. നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം എന്നാണ് രാജ്യത്തിന് സമർപ്പിച്ചത്. 2025 മെയ് 2. 2025 മെയ് 2 വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2. അടുത്തത്, ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ഓക്കെ, കേരളമാണ് കേട്ടോ. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് കേരളം. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളമാണ് ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. ഏതാണ്? കേരളം. കേരളമാണ് ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. അടുത്തത്,
70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി 70ാമതും 71ാമതും നമുക്ക് പഠിക്കാം. 70ാമത് കാരിച്ചാൽ ചുണ്ടനാണ് കേട്ടോ. 70ാമതാണെങ്കിൽ അത് കാരിച്ചാൽ ചുണ്ടനാണ്. ഇനി കറണ്ട് അഫയർ ആയിട്ട് 71ാമത് ചോദ്യം വന്നാൽ അത് വിയ്യപുരം ചുണ്ടൻ. ഓക്കെ, അപ്പൊ നെഹ്റു ട്രോഫി വള്ളംകളി 2024 70ാമതാണ് ചോദ്യം. 2024 70ാമതാണ് ചോദ്യമെങ്കിൽ ഏതാണ്? കാരിച്ചാൽ ചുണ്ടനാണ് കേട്ടോ. കാരിച്ചാൽ ചുണ്ടനാണ്. എന്നാൽ 2025 71ാമത്തെയാണ് ചോദ്യം വരുന്നതെങ്കിൽ അത് വിയ്യപുരം ചുണ്ടൻ. വിയ്യപുരം ചുണ്ടൻ. ഓക്കെ, വിയ്യപുരം ചുണ്ടനാണ് 71ാമത് വിജയികൾ. അപ്പൊ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? വിയ്യപുരം ചുണ്ടൻ. 71 വിയ്യപുരം ചുണ്ടൻ, 70ാമത് കാരിച്ചാൽ ചുണ്ടൻ. അടുത്തത് 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഏതാണ്? പാലക്കാട്, ചേലക്കര. പാലക്കാടും ചേലക്കരയും. പാലക്കാടും ചേലക്കരയും. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് നടന്നതൊക്കെ ചോദ്യം വന്നാൽ പാലക്കാടും ചേലക്കരയും. പാലക്കാടും ചേലക്കരയും. ഞാൻ പറഞ്ഞു ഈ ചോദ്യം വരും, എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ഈ ചോദ്യം വരും. ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ ഒരു വട്ടം പറഞ്ഞു. നോക്ക്, യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? കോഴിക്കോടാണ്. നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ, കോഴിക്കോടാണ് കേട്ടോ. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരമാണ് കോഴിക്കോട്. കോഴിക്കോടാണ് യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന് പറയുമ്പോൾ ഞാൻ പറയലുണ്ട്, എപ്പോഴും എന്റെ ക്ലാസ്സിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഓപ്ഷൻ എ നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടി തരുന്നതാണ്. സാഹിത്യം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ചായ്വ് തൃശ്ശൂരിലേക്ക് പോകും. തൃശ്ശൂരിലേക്ക് പോകരുത്. ഓക്കെ, തൃശ്ശൂരല്ല. സാഹിത്യം പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ, അതായത് കുറച്ചൊക്കെ പഠിച്ച ആൾക്കാരെ ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ തൃശ്ശൂർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സാഹിത്യം ഇതുമായി കണക്ഷൻ ആണെന്ന് പറഞ്ഞാൽ നേരെ പോയി തൃശ്ശൂർ കറപ്പിക്കരുത്. അതിനാണ് ഓപ്ഷൻ എയിൽ തന്നെ കൊടുത്തത്. ഓപ്ഷൻ എ വായിച്ചത് കിട്ടി, ഉത്തരം കിട്ടി. ഓപ്ഷൻ ഡിയിലാണ് കോഴിക്കോട് കിടക്കുന്നത്. ആദ്യം 3 എണ്ണം ചിലപ്പോൾ വായിച്ചാൽ തന്നെ ഇതിൽ വരാൻ ചാൻസ് ഉള്ളത് തൃശ്ശൂരാണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ആൻസർ ചെയ്യും. ചോദ്യം കേട്ടിട്ട് പോലും ഇല്ലാത്തവരാണെങ്കിൽ. അപ്പൊ കോഴിക്കോടാണ്, മനസ്സിലാക്കുക കേട്ടോ. കോഴിക്കോടാണ്. ഓപ്ഷൻ എ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ ക്ലാസ്സിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യമാണ്, ഓപ്ഷൻ എ ആൻസർ ചെയ്യരുത് എന്നല്ല, ഓപ്ഷൻ ഡി വരെ വായിച്ച്, അതായത് 4 ഓപ്ഷൻസും നിങ്ങളൊന്ന് വായിച്ച് ഒന്ന് കൺഫേം ആക്കിയിട്ട് ആൻസർ ചെയ്യുക. എല്ലാം കഴിഞ്ഞിട്ട് സാറേ അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ വരരുത്, തെറ്റിക്കരുത്. ദയവ് ചെയ്ത് നല്ല രീതിയിൽ റിഗ്രറ്റ് ആവും. അപ്പൊ സമാധാനത്തിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ് ഒക്കെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി മാത്രം കുറെ തരും. ഓക്കെ, അപ്പൊ യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോടാണ്. ഓക്കെ, അപ്പൊ കോഴിക്കോട് കേട്ടോ. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരമാണ് കോഴിക്കോട്. ക്ലിയർ. അടുത്തത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26-നായിരുന്നു. ശരിയാണ്. ഓക്കെ, ക്ലിയർ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്നത് 2024 ജൂൺ 4-നാണ്. അതും ശരിയാണ്, പലർക്കും ഓർമ്മ ഉണ്ടാവും, ജൂൺ 4-നാണ്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത് വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധിയാണ്. അതും ശരിയാണ്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടി വിജയിച്ചത് ആറ്റിങ്ങൽ നിന്നും അടൂർ പ്രകാശ് ആണ്. അടൂർ പ്രകാശ്. ഇതും എന്താണ്? ശരിയാണ്. ആക്ച്വലി ഇവിടെ എല്ലാം ശരിയാണ് കേട്ടോ. അതൊന്നും ജസ്റ്റ് ഓർത്തു വെച്ചാൽ മതിയേ. കേരളത്തിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്നത് 24 ജൂൺ 4. പിന്നെ ഏറ്റവും കൂടുതൽ വോട്ട് രാഹുൽ ഗാന്ധി, ഏറ്റവും കുറവ് ഭൂരിപക്ഷം, അതായത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി, കുറവ് ഭൂരിപക്ഷം അടൂർ പ്രകാശൻ. ഓക്കെ, ഇതിൽ എല്ലാം ശരിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3, 4. ഇനി നമുക്ക് 2026 നിയമസഭ, അതായത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് കൂടെ ഒന്ന് പഠിക്കുക. അതായത് ഇവിടെ ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്. ലോക്സഭയല്ല, ഇത് നിയമസഭ. 2026 ഏപ്രിൽ 9-നാണ് കേട്ടോ നടന്നത്. ഏപ്രിൽ 9-ന് നടന്നു. രണ്ടാമത് കൊടുത്തിട്ടുള്ളത് വോട്ടെണ്ണലാണ്. വോട്ടെണ്ണൽ എപ്പോഴാണ്? 2026 മെയ് 4-നാണ്. മെയ് 4. ക്ലിയർ അല്ലേ? ഓക്കെ, മെയ് 4-നാണ് കേട്ടോ. ഇത് മെയ് 4, ഇവിടെ ജൂൺ 4-ആണ്. ഇത് ശ്രദ്ധിക്കുക. 2026 കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് നടന്നത് ഏപ്രിൽ 9-നാണ്. ഇത് 19 അല്ല, 9-ആണ് കേട്ടോ. ഇത് എല്ലാണ്. ഓക്കെ, അപ്പൊ ഏപ്രിൽ 9-നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെണ്ണൽ നടന്നത് മെയ് 4-നാണ്. അതൊന്ന് പഠിച്ചു വെക്കണേ. ഓക്കെ, പിന്നെ പുതിയ മന്ത്രിസഭ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒന്ന് പോയി ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ,
2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി ആരാണ്? കെ രാധാകൃഷ്ണനാണ്. കെ രാധാകൃഷ്ണനാണ്. ഓപ്ഷൻ ബി കെ രാധാകൃഷ്ണൻ. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്രസാത്വികത്തിന്റെ കർത്താവ് ആരാണ്? പ്രഭാവർമ്മയാണ് കേട്ടോ. പ്രഭാവർമ്മയാണ് ആൻസർ. പ്രഭാവർമ്മ. ഇത് ഇനിയും ചോദ്യം. ഈ രൗദ്ര സാത്വികത്തിന്റെ കർത്താവ് ആരെന്ന് ചിലപ്പോൾ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അതേതാണ്? പ്രഭാവർമ്മയാണ്. ആരാണ്? പ്രഭാവർമ്മ. അപ്പൊ 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സാത്വികത്തിന്റെ കർത്താവ് ആരാണ്? പ്രഭാവർമ്മയാണ് കേട്ടോ. പ്രഭാവർമ്മ. അടുത്തത് നോക്കാം. 2024 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? ഏതാണ്? നൃത്തമാണ് കേട്ടോ. നൃത്തം. അത് ചിലപ്പോൾ ഇനിയും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പത്മവിഭൂഷൺ ഏറ്റവും ഇമ്പോർട്ടന്റ് MT വാസുദേവൻ നായരാണ് അല്ലെ. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ്. അതെന്തായാലും ചോദ്യം വരും. അത് നമുക്ക് പഠിക്കാം. ഇവിടെ ഒന്ന് പഠിക്കാം. അതായത് 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിനു അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? ഏത് മേഖലയിലാണ്? നൃത്തമാണ് കേട്ടോ. ഓക്കെ. നമ്മള് ബാച്ചിലുള്ള കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് പത്മ പുരസ്കാരങ്ങൾ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായല്ലോ. ചോദ്യം വരും. ഓക്കെ. അപ്പോ ശ്രദ്ധിച്ചാൽ അതൊന്നും കൂടെ പോയി ബാച്ചിലുള്ളവർ ഒന്നും കൂടെ പോയി ക്ലാസ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ. ഓക്കെ. പത്മ പുരസ്കാരങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. നൃത്തമാണ് കേട്ടോ. നൃത്തം. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചതെന്ന് ചോദിച്ചാൽ ഏതാണ്? നൃത്തമാണ്. നൃത്തത്തിനാണ് കേട്ടോ. നൃത്തം. അടുത്തത് 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആരാണ്? ഇതിൽ മിഥുൻ ചക്രവർത്തിയാണ്. മിഥുൻ ചക്രവർത്തി. ജസ്റ്റ് ഒന്ന് കേട്ട് വിട്ടാൽ മതി. 2025 ഇനി വരാണ്ട്, അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് വിട്ടു കളഞ്ഞു. 2025 ആർക്കാണ് ലഭിച്ചത്? 2025 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് നമ്മുടെ മോഹൻലാലാണ് കേട്ടോ. മോഹൻലാലാണ്. അപ്പൊ ഇത് പഠിച്ചു വെക്കണം. ഇതിനി വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ. മോഹൻലാലാണ് 2025 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത്. ആരാണ്? മോഹൻലാലാണ്. 2025 അർഹനായത്. ഇനി താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തതാണ്. താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ഇതിലാണ് മനുഭാക്കർ, ഗുകേഷ് ടി, ഹാർമൻ. ഇതിലാരാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. സുഖ്ജിത് സിംഗ് ആണ്. സുഖ്ജിത് സിംഗ്. ബാക്കി 3 ആളുകൾ നേടിയതാണ് കേട്ടോ. ഇതിൽ നേടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ഇവര് 3 ആളുകളും നേടിയതാണ്. ഇത് നേടിയിട്ടില്ല. സുഖ്ജിത് സിംഗ് നേടിയിട്ടില്ല. അപ്പൊ താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത്. അപ്പൊ നേടിയവരെന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക. ഗുകേഷ് ഡി, പിന്നെ മനുഭാക്കർ, പിന്നെ ഹർമൻപ്രീത് സിംഗ് ആണ്. നേടാത്തതാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. അത് സുഖ്ജിത് സിംഗ് ആണ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്തായാലും പഠിച്ചു. ഒരു ചോദ്യം പ്രതീക്ഷിച്ചു പോവാ. 2025 ലഭിച്ചത് മോഹൻലാലിനാണ് കേട്ടോ. മോഹൻലാലിനാണ് 2025 ലഭിച്ചത്. അടുത്തത് മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? നമുക്കൊക്കെ അറിയാം. MT വാസുദേവൻ നായരാണ്. നമുക്കൊക്കെ അറിയില്ലെങ്കിൽ നമ്മളൊക്കെ അറിഞ്ഞു വെക്കണം. MT വാസുദേവൻ നായർക്കാണ് കേട്ടോ ലഭിച്ചത്. MT വാസുദേവൻ നായരാണ്. എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിച്ചോ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? MT വാസുദേവൻ നായരാണ്. അപ്പൊ മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ ആർക്കാണ് ലഭിച്ചതെന്ന് ചോദ്യം വരും. MT വാസുദേവൻ നായർക്കാണ്. MT വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത്? പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ ഒക്കെ തരും. പത്മവിഭൂഷൺ ആണ്. പത്മവിഭൂഷൺ. എങ്ങനെ ചോദ്യം വന്നാലും ആൻസർ ചെയ്യണം കേട്ടോ. അതിനാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. പത്മവിഭൂഷൺ ആണ് മരണാനന്തര ബഹുമതിയായി MT വാസുദേവൻ നായർക്ക് ലഭിച്ചത്. എന്നാണ് അദ്ദേഹം അന്തരിച്ചത് എന്നൊരു ചോദ്യം ഇനിയും വരാൻ സാധ്യതയുണ്ട്. 2024 ഡിസംബർ 25 MT വാസുദേവൻ നായർ അന്തരിച്ചത്. എന്നാണ് 2024 ഡിസംബർ 25.
ഓക്കെ, 2024 ഡിസംബർ 25-നാണ് MT വാസുദേവൻ നായർ അന്തരിച്ചത്. മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷണാണ് ലഭിച്ചത്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോൾ മരണാനന്തര ബഹുമതിയായി ഇന്ന് കണ്ടതും പോയിട്ട് ആൻസർ ചെയ്യരുത്. ചിലപ്പോൾ പത്മഭൂഷൺ കൊടുക്കും, പത്മശ്രീ കൊടുക്കും, നിങ്ങളെ കുഴപ്പിക്കും. ഓക്കെ, പത്മവിഭൂഷണാണ് ലഭിച്ചത്. പത്മവിഭൂഷൺ. മേ ബി MTക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം കൂടെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. 1995-ലാണ് കേട്ടോ MTക്ക് ജ്ഞാനപീഠം, MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷമാണ് 1995. 1995-ലാണ് MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം ലഭിച്ചത്. ഏതാണ് വർഷം? 1995. ഓക്കെ, ക്ലിയർ ആണ്. അടുത്തത്, താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. ഇതിൽ ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ. പത്മ സുബ്രഹ്മണ്യം. പത്മ സുബ്രഹ്മണ്യത്തിനാണ് താഴെ തന്നിട്ടുള്ളതിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുള്ളത്. 2024 അല്ലേ, 25 ഒന്ന് പഠിച്ചിട്ട് പോവാ കേട്ടോ. പത്മ പുരസ്കാരങ്ങള് 25 ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? ആട്ടമാണ് കേട്ടോ. ആട്ടം 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് ആട്ടം. ഏതാണ്? ആട്ടമാണ് കേട്ടോ. ആട്ടം. ഓക്കെ, അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആരാണ്? പാർവതി ബറുവയാണ് കേട്ടോ. പാർവതി ബറുവ. പാർവതി ബറുവ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഇത് ഇനിയും ചോദ്യം വരുവേ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനാണ് പാർവതി ബറുവ. ഓക്കെ, പാർവതി ബറുവ. പാർവതി ബറുവ. പാർവതി ബറുവ. പാർവതി ബറുവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനാണ് പാർവതി ബറുവ. ക്ലിയർ. അടുത്തത്, 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പൊ ചലച്ചിത്ര പുരസ്കാരം ഒന്ന് നോക്കിയിട്ട് പോണേ, 25 നോക്കിയിട്ട് പോവാ. ഞാൻ ഇമ്പോർട്ടന്റ് ആയ 2 ഞാൻ ഇവിടെ എന്തായാലും പറഞ്ഞു തരാം. ഓക്കെ, 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് കന്നഡ താരമായ ഋഷഭ് ഷെട്ടിയാണ്. അത് ശരിയാണ് കേട്ടോ. ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടൻ. ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാള സിനിമയാണ്. അതും ശരിയാണ്. മികച്ച പ്രാദേശിക സിനിമ, ഇത് ഇനിയും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഈ ആട്ടത്തിനെ കുറിച്ചിട്ട് ഇനിയും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മികച്ച പ്രാദേശിക സിനിമ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം മലയാള സിനിമയാണ് സൗദി വെള്ളക്ക. സൗദി വെള്ളക്ക. സൗദി വെള്ളക്ക. മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീയാണ്. ഇതും എന്താണ്? ഇതും ശരിയാണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ വരിക കേട്ടോ. ഇതിൽ എന്താണ്? എല്ലാം ശരിയാണ്. ഇവിടെ നമ്മൾ എന്തറിയണം? 2025 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ടത് അറിയണം. അതിൽ മികച്ച നടൻ ഷാറൂഖ് ഖാൻ ആണ് കേട്ടോ. ഷാറൂഖ് ഖാൻ ആണ്. ഓർത്തു വെക്കുക, ഷാറൂഖ് ഖാൻ ആണ്. പിന്നെ മികച്ച ചിത്രം ഏതാണ്? 12th ഫെയിൽ ആണ്. 12th ഫെയിൽ. ഓക്കെ, 12th ഫെയിൽ ആണ്. 12th ഫെയിൽ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് കാണാൻ ശ്രമിക്കും. ഇപ്പൊ അടുത്ത എക്സാം ഉണ്ടെങ്കിൽ അതിന് കാണണമെന്നില്ല. എന്തായാലും ഒന്ന് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് ഈ സിനിമ കണ്ടിരിക്കട്ടോ. നല്ലൊരു മോട്ടിവേഷൻ ആവും നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ 12th ഫെയിൽ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടോ, നല്ലൊരു മോട്ടിവേഷൻ കിട്ടും. നിങ്ങൾക്ക് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത് അതിൽ നിങ്ങൾ കാണും. അപ്പൊ കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കാണാം. ഞാൻ ഇതുവരെ ആരോടും സിനിമ ഒന്നും റെക്കമെൻഡ് ചെയ്തിട്ടില്ല, പക്ഷെ എന്തായാലും ഇതൊന്ന് കണ്ടിരിക്കണം കേട്ടോ. 12th ഫെയിൽ. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആരാണ്? സത്യനാരായണ ബേളേരിയാണ്. സത്യനാരായണ ബേളേരി. സത്യനാരായണ ബേളേരി. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകനാണ് ആര്? സത്യനാരായണ സത്യം. ഓക്കെ, പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ, അത് സത്യസന്ധമായി സംരക്ഷിച്ചതിലൂടെ, അങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ, സത്യനാരായണ ബളേരി. സത്യനാരായണ ബേളേരി. ഓക്കെ, അടുത്തത്, 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. അമേരിക്കൻ പ്രസിഡന്റ് അല്ല, പോയിട്ട് ഡൊണാൾഡ് ട്രംപ്. ഞാൻ പറഞ്ഞു കൺഫ്യൂഷൻ ആക്കാൻ ആദ്യം തന്നെ തമ്പ്രാനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഡൊണാൾഡ് ട്രംപ് അല്ല. ഡൊണാൾഡ് ട്രംപ് എന്താണ്? അമേരിക്കൻ പ്രസിഡന്റ് ആണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് വി ആണ്. വി വെച്ചിട്ട് ആരേലും ഇവിടെ കിട്ടുന്നുണ്ടോ? കമല വി അല്ല, മൈക്ക് വാൾട്ട് വി ആണല്ലോ. ഓക്കെ, വാട്ട് എവർ. JD വാൻസ് ആണ് കേട്ടോ. JD വാൻസ് ആണ്. അപ്പൊ V for വാൻസ്. ഓക്കെ, JD വാൻസ് ആണ്. S അല്ല, VANCE ആണ്.
ഓക്കെ, JD Vance ആണ് കേട്ടോ, JD Vance ആണ്. മറ്റേ വാൻസ് ഒരു കമ്പനിയാണ്. ഓക്കെ, അപ്പൊ ഇത് JD Vance ആണ് കേട്ടോ. JD Vance, V വെച്ചിട്ട് അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. മൈക്കല്ല, മൈക്ക് M വെച്ചിട്ടാണെന്ന് ആലോചിച്ചാൽ മതി. ഇത് പിന്നെ ഇനീഷ്യൽ അല്ലേ JD, അപ്പൊ പേര് വാൻസ്. ഇവിടെ മൈക്ക് വോൾട്ട് ആണ്, അപ്പൊ M വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇവിടെ ഡൊണാൾഡ് ട്രംപ് D വെച്ചിട്ടാണ് തുടങ്ങുന്നത്. കമല ഹാരിസ് K വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ JD Vance ആണ് കേട്ടോ. JD എന്നുള്ളത് JD, ഇത് രണ്ടും ഇനീഷ്യൽ, വാൻസ്. ഓക്കെ, JD Vance ആണ്, JD Vance ആണ്. ക്ലിയർ അല്ലേ? അപ്പോ 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? വൈസ് പ്രസിഡന്റ് V ആണ്, JD Vance V ആണ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ, നേരെ പോയി ഡൊണാൾഡ് ട്രംപ് കറുപ്പിക്കരുത്, അത് കൺഫ്യൂഷൻ ആക്കാനാണ്. ഓക്കെ, കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? വാരണാസിയാണ് കേട്ടോ, വാരണാസി. ഇനിയും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? വാരണാസിയാണ്. ഏതാണ്? വാരണാസിയാണ്. നരേന്ദ്രമോദി വാരണാസി, നരേന്ദ്രമോദി വാരണാസി. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം? ഓപ്പറേഷൻ ബ്രഹ്മാവട്ടാണ് നിർത്തുന്നത്, മാ. അപ്പൊ മാ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടതും. ഇതിൽ മാ വെച്ച് തുടങ്ങേണ്ടത് എങ്ങനെയാണ്? മ്യാൻമർ. ഓക്കെ, ബ്രഹ്മ എന്ന് മാ വെച്ച് അവസാനിക്കുന്ന സാധനം മാ വെച്ചുള്ള ഒന്നുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ആലോചിക്കുക. മ്യാൻമർ ആണ്. മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ക്ലിയർ അല്ലേ? അപ്പൊ ബ്രഹ്മാവട്ടാണ് നിർത്തുന്നത്. അപ്പൊ മ്യാൻമറുമായിട്ട് കണക്റ്റഡ് ആവണം. ഓക്കെ, മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ ബ്രഹ്മ. ചോദ്യം തിരിച്ചും മറിച്ചും ചോദ്യം വരും. ഓപ്പറേഷൻ ബ്രഹ്മ, മ്യാൻമർ, മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിന്റെ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. അടുത്തത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? സഞ്ജയ് മൽഹോത്ര. ചോദ്യം വരും. ഓക്കെ, എന്തായാലും നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഒക്കെ പഠിച്ചിട്ട് പോയിക്കോ. അപ്പൊ അതില് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ അല്ലെങ്കിൽ 26ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? സഞ്ജയ് മൽഹോത്ര. ആരാണ്? സഞ്ജയ് മൽഹോത്ര. RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. അടുത്തത്, വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ചത് ഒഡീഷയാണ് കേട്ടോ, ഒഡീഷ. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. ഏതാണ്? ഒഡീഷയാണ് കേട്ടോ, ഒഡീഷയാണ്. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷ. അടുത്തത്, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏത്? ഇതിലേതൊക്കെയാണ്? കാങ്കാർവാലി ദേശീയോദ്യാനം അതുണ്ട്, പിന്നെ മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ അതും ഉണ്ട്, അതും ഉണ്ട്, പിന്നെ ചൗസത് യോഗിനി ക്ഷേത്രങ്ങൾ. ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. മേൽപ്പറഞ്ഞ എല്ലാം ആണ് ആൻസർ വരുന്നത്. ഇതും ജസ്റ്റ് വായിച്ചിട്ട് പോവാ കേട്ടോ. ഓക്കെ, മേൽപ്പറഞ്ഞ എല്ലാം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്നത് കാങ്കാർവാലി ദേശീയോദ്യാനമുണ്ട്, മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ ഉണ്ട്, ചൗസത് യോഗിനി ക്ഷേത്രങ്ങളും ഉണ്ട്. മുകളിൽ പറഞ്ഞവ എല്ലാം. അടുത്തത്, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ആണ്. ഇതിനും ചോദ്യം വരുവേ, ഇമ്പോർട്ടന്റ് ആണ്. ഇടക്കിടക്ക് ഞാൻ ചിലതിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണേ. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക വരും. ഓക്കെ, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ് ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം. ഏത് നടപ്പിലാക്കിയത്? ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനമാണ്
ഏത്? ഉത്തരാഖണ്ഡ്. ഏതാണ്? ഉത്തരാഖണ്ഡ്. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് ബജറ്റ് അവതരിപ്പിച്ചത്? ആരാണ്? നിർമ്മല സീതാരാമൻ. അതും കിട്ടി. അത് സിമ്പിൾ അല്ലേ? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. അടുത്തത്, ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഇത് ചോദ്യം വരാൻ ഇനിയും ചാൻസ് ഉണ്ട് കേട്ടോ. ആരാണ്? രാംനാഥ് കോവിന്ദ് ആണ്. രാംനാഥ് കോവിന്ദ്. ഇന്ത്യയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനാണ് ആര്? രാംനാഥ് കോവിന്ദ്. ആരാണ് അധ്യക്ഷൻ? രാംനാഥ് കോവിന്ദ്. അപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സമിതിയുടെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച, അങ്ങനെ കേട്ടോ ചോദ്യം വരിക, അതിനെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ആര്? രാംനാഥ് കോവിന്ദ് ആണ്. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ 58ാമത്തെ ഏതാണ്? അത് മാധവ് നാഷണൽ പാർക്കാണ്. അതൊരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. മാധവ്, മധ്യ രണ്ടിലും എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുക. മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. ഓക്കെ, മാധവ് നാഷണൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശാണ്. എത്രാമത്തെയാണ്? 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമാണ്. 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമാണ് മാധവ് നാഷണൽ പാർക്ക്. എവിടെയാണ്? മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? കൊൽക്കത്തയിലാണ് കേട്ടോ. കൊൽക്കത്തയിലാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. കൊൽക്കത്തയിലാണ്. എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അടുത്തത്, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് വരാൻ ചാൻസ് ഉണ്ട്. ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. റിപ്പീറ്റിംഗ് ആണ്. ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. എന്താണ്? ഗണതന്ത്ര മണ്ഡപം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം. ഏതാണ്? ഗണതന്ത്ര മണ്ഡപം. അടുത്തത്, 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തിരഞ്ഞെടുപ്പ് എത്രാമത്തെ തെരഞ്ഞെടുപ്പ്? 18ാമത്തെ കേട്ടോ. ഇവിടെ 18ാമതാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. 18ാമത്. അടുത്തത്, 16ാം ധനകാര്യ കമ്മീഷൻ. അതല്ല അടുത്ത ചോദ്യം. ഓക്കെ, 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ധനകാര്യ സിമ്പിൾ ആണ്. ധനകാര്യ പനഗരിയ. അത്രേ ഉള്ളൂ. അരവിന്ദ് പനഗരിയ. ധനകാര്യ പനഗരിയ. എങ്ങനെ പഠിക്കണം? ധനകാര്യ പനഗരിയ. മന്ത്രിയല്ല കേട്ടോ. ധനകാര്യ മന്ത്രിയല്ല. എന്താണ്? ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആണ്. ധനകാര്യ പനഗരിയ. ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആദ്യ ഉപാധ്യക്ഷൻ, നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. ഇത് റിപ്പീറ്റിംഗ് ആണ് കേട്ടോ. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. അതന്നെ ഒന്നുകൂടെ വന്നതാണ്. അടുത്തത്, വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? ഏത് ജീവിയാണ്? പോളോപോണിയാണ് കേട്ടോ. പോളോപോണി. ഓക്കെ, പോളോപോണി. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? പോളോപോണിയെ സംരക്ഷിക്കാനാണ്. പോളോപോണി. അടുത്തത്, സോനമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? ദേശീയപാത 1 ആണ് കേട്ടോ. ദേശീയപാത 1. സോനമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണെന്ന് ചോദ്യം വന്ന ദേശീയപാത 1.
2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ് ആണ് കേട്ടോ, ജാർഖണ്ഡ് ആണ്. ഉദ്വ തടാകം ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉദ്വ തടാകം ജാർഖണ്ഡ്, ഉദ്വ തടാകം ജാർഖണ്ഡ്. 2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. എവിടെയാണ്? ഉദ്വ തടാകം ജാർഖണ്ഡിലാണ്. ഉദ്വ തടാകം ജാർഖണ്ഡിലാണ്. ഉദ്വ തടാകം ജാർഖണ്ഡിലാണ്. ഉദ്വ തടാകം ജാർഖണ്ഡിലാണ്. അടുത്തത്, ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇബ്ക അഥവാ IBCA ആസ്ഥാനം എവിടെയാണ്? സിമ്പിൾ, ഇന്ത്യയുടെ നേതൃത്വത്തിൽ. എവിടെയാണ്? ഡൽഹി. ഓക്കെ, ഡൽഹിയാണ് കേട്ടോ, ഡൽഹി. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇബ്ക അഥവാ IBCA ആസ്ഥാനമാണ്. ആസ്ഥാനം എവിടെയാണെന്ന് ചോദ്യം വന്നാൽ അത് ഡൽഹിയിലാണ് കേട്ടോ. എവിടെയാണ്? ഡൽഹിയിലാണ്. ഓക്കെ, ഡൽഹി. അടുത്തത്, 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യശാസ്ത്രത്തിനുള്ളതാണ് കേട്ടോ, വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം. ഒന്ന്, മൈക്രോ RNA കണ്ടുപിടുത്തം. പിന്നൊന്ന് ഏതാണ്? ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇത് രണ്ടിനുമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് 1ഉം 2ഉം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. പിന്നെ കമ്പ്യൂട്ടേഷന്റെ പ്രോട്ടീൻ രൂപകൽപ്പന ചെയ്യുന്നത് അത് ഏതാണ്? ഇവിടെ ചോദിച്ചിട്ടുള്ളത് വൈദ്യശാസ്ത്രമാണ്, നമ്മുടെ കെമിസ്ട്രിയുമായി റിലേറ്റഡ് ആണ് ഇത്. ഓക്കെ, കെമിസ്ട്രി അഥവാ രസതന്ത്രവുമായി റിലേറ്റഡ് ആണ്. ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ 2024-25 നോബൽ സമ്മാനം എന്തായാലും പഠിച്ചിട്ട് പോകണം. ഓക്കെ, നമുക്ക് ഇപ്പൊ പെട്ടെന്ന് റിവിഷൻ ചെയ്തു പോവാ എല്ലാതും. പക്ഷെ 25-ലേത് എന്തായാലും ഒന്ന് റിവിഷൻ ചെയ്തു പോവാ, അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ്. പക്ഷേ 24-ലേതും 25-ലേതും കോഡ് യൂസ് ചെയ്ത് നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട്. 24-ലെ വേറെ ഇട്ടിട്ടുണ്ട്, 25-ലേത് വേറെ ഇട്ടിട്ടുണ്ട്. രണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സാഹിത്യ പുരസ്കാരങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എന്തായാലും കാണണം. സാഹിത്യ പുരസ്കാരങ്ങളും അതും കോഡ് യൂസ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. 2025 നോബൽ സമ്മാനം കോഡ് യൂസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. 24-ലെ നോബൽ സമ്മാനം കോഡ് യൂസ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. മൂന്നിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടണം. അപ്പൊ ഡിസ്ക്രിപ്ഷൻ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അവിടെ തന്നെയാണ് നമ്മുടെ ബാച്ച് ഡീറ്റെയിൽസും കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഡിസ്ക്രിപ്ഷൻ എന്തായാലും പോയി ചെക്ക് ചെയ്യണം. അവിടെ പോയിട്ട് കറണ്ട് അഫയേഴ്സിന്റെ ഈ 3 ക്ലാസ്സസ് എന്തായാലും കാണാം. ഒരു കാരണവശാലും മിസ്സാക്കരുത് ഈ 3 ക്ലാസ്സസ്. നമുക്കിപ്പോൾ കോഡ് യൂസ് ചെയ്ത് വാരി വലിച്ച് പഠിക്കാനുള്ള സമയമല്ല, നമ്മൾ മാക്സിമം റിവിഷൻ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ഇങ്ങനെ റിവിഷൻ ചെയ്ത് പോവാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എത്തിച്ചു തരികയാണ്. എന്തായാലും നമ്മളൊന്ന് റിവിഷൻ ചെയ്യും, പക്ഷേ കോഡ് യൂസ് ചെയ്ത് നിങ്ങളെ പെർഫെക്റ്റ് ആക്കി പഠിപ്പിക്കണമെങ്കിൽ ആ ക്ലാസ് നിങ്ങൾ പോയി കാണണം. അതാവുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ചെയ്ത ക്ലാസ് ആണ്. മാക്സിമം അവിടുന്ന് പഠിപ്പിച്ചിട്ടേ വിടൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ക്ലാസ് കാണാത്തവരെ തീർച്ചയായും പോയി കാണണം, നിർബന്ധമായിട്ട് കാണണം. മാർക്ക് വേണോ? എന്തായാലും പോയി കണ്ടോ, ചോദ്യം വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 1ഉം 2ഉം അതായത് 1, 2 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ്? ഡേവിഡ് ബേക്കർ രസതന്ത്രം നമ്മൾ കോഡ് യൂസ് ചെയ്ത് എങ്ങനെ പഠിപ്പിച്ചതാ? ബേക്കറി, നല്ല രസമുള്ള കേക്ക് ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിപ്പിച്ച ഒരു കഥ ഉണ്ട്. ഓക്കെ, അപ്പൊ ബേക്കറി കേക്ക് ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക, ക്ലാസ് പോയി കാണുക. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പനക്കാണ് ഡേവിഡ് ബേക്കറിന് രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. ഡേവിഡ് ബേക്കറിന് ഏതിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്? രസതന്ത്രത്തിനാണ്. എന്തായിരുന്നു? കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കാണ് ലഭിച്ചത്. അതും ക്ലിയർ ആണ്. അടുത്തത്, 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഡേവിഡ് ബേക്കറിന് തന്നെയാണ് അല്ലെ, ഡേവിഡ് ബേക്കർ തന്നെയാണ്. അതായത് 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഡേവിഡ് ബേക്കറിനാണ്. ഡേവിഡ് ബേക്കർ. പിന്നെ ഒരു പേസ് കേക്കിലെ ഹസാബിസ് ഒക്കെ എന്താണ് പഠിക്കുക. ഓക്കെ, ആ ക്ലാസ് എന്തായാലും പോയി കാണാം. ഒരു പീസ് കേക്ക് കണ്ട് ഇങ്ങനെ ചാടി കളിക്കുന്ന കുട്ടിയൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ചാടി കളിക്കുന്ന കുട്ടി, നല്ല രസമുള്ള കേക്ക്. അപ്പൊ രസതന്ത്രം കണക്ട് ചെയ്യുക. നല്ല രസമുള്ള ബേക്കറിയിൽ പോയി നല്ല രസമുള്ള കേക്കിന്റെ ഒരു പീസ് കണ്ട് ചാടി കളിക്കുന്ന, അപ്പൊ ജമ്പർ, ചാടി കളിക്കുന്ന കുട്ടി, ബേക്കറി, ബേക്കർ ഒക്കെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും പഠിക്കുക. അടുത്തത്, 2024 ഏറ്റവും നല്ല പുരുഷ ഗോൾ കീപ്പർക്കുള്ള ഫിഫ അവാർഡ് നേടിയ എമിലിയാനോ മാർട്ടിനസ് ഏത് രാജ്യക്കാരനാണ്? അറിയാം, അർജന്റീന കേട്ടോ, അർജന്റീനക്കാരനാണ് എമിലിയാനോ മാർട്ടിനസ്.
2024 ഏറ്റവും നല്ല പുരുഷ ഗോൾ കീപ്പർക്കുള്ള ഫിഫ അവാർഡ് നേടിയ എമിലിയാനോ മാർട്ടിനസ് ഏത് രാജ്യക്കാരനാണ്? അർജന്റീനക്കാരനാണ്. അർജന്റീന. ഓക്കെ, അടുത്തത് 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? 2024 ലിറ്ററേച്ചർ സാഹിത്യത്തിന് ലഭിച്ചത് ആർക്കാണ് ലഭിച്ചത്? ഹാൻ ക്യാങ് ആണ്. ഹാൻഡ് വെച്ച് കണക്ട് ചെയ്യുക. ഹാൻഡ് 2024 25 നമുക്ക് ഹാൻഡ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അവിടെ കയ്യെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്, നമുക്ക് പഠിക്കാം. അപ്പൊ ഹാൻഡ് എന്താണ്? ഹാൻ ക്യാങ്. ഹാൻഡ് വേണം എന്തിന്? ലിറ്ററേച്ചർ സാഹിത്യത്തിന് എന്ത് വേണം? കയ്യ് വേണം. ആലോചിച്ചാൽ മതി. അപ്പൊ ഹാൻ ക്യാങ് അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സാഹിത്യമാണ്, അപ്പൊ കയ്യ്, ഹാൻഡ്. ഓക്കെ, ഹാൻ ക്യാങ്ങിനാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്തത് 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? നിഹോൺ ഹിഡാങ്ക്യോ ആണ് അല്ലെ? നിഹോൺ ഹിഡാങ്ക്യോ ആണ്. നിഹോൺ ഹിഡാങ്ക്യോ. ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടനയാണ് നിഹോൺ ഹിഡാങ്ക്യോ. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന നിഹോൺ ഹിഡാങ്ക്യോ. 2024 സാഹിത്യത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻ ക്യാങ്ങിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. അത് ശരിയാണ് കേട്ടോ. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത എന്നുള്ളതും ശരിയാണ്. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി, അതും ശരിയാണ്. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാം ശരിയാണ്. ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം. എന്താണ്? സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത ആരാണ്? ഹാൻ ക്യാങ് ആണ്. പിന്നെ സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശി ആരാണ്? അതും ഹാൻ ക്യാങ് ആണ്. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പ്രൈസ് നേടിയത് ആരാണ്? ഹാൻ ക്യാങ് ആണ്. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. അതും ശരിയാണ് കേട്ടോ. അപ്പൊ എല്ലാം ശരിയാണ് അവിടെ. അടുത്തത് 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്നവയുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ്? മികച്ച നടൻ ജെസ്സി പ്ലമോൺസ് ആണ്. മികച്ച നടൻ ശരിയാണ്. മികച്ച നടി എമിലിയ പെരസ് ആണ്. ശരിയാണ്. ജൂറി പ്രൈസ് എമിലിയ പെരസിനാണ് ലഭിച്ചത്. ശരിയാണ്. മികച്ച സംവിധായകൻ മിഗ്വൽ ഗോമസ് ആണ്. ഇതും ശരിയാണ്. ഇവിടെയും എന്താണ്? എല്ലാം ശരിയാണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെയും എല്ലാം ശരിയാണ്. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഏതാണ്? ഓപ്പൺ ഹെയ്മർ ആണ്. ഓപ്പൺ ഹെയ്മർ ആരാണ്? സംവിധായകൻ ചിലപ്പോൾ ചോദ്യം വരും. ക്രിസ്റ്റഫർ നോളൻ ആണ് കേട്ടോ. ക്രിസ്റ്റഫർ നോളൻ. അതും പഠിച്ചു വെക്കുക. ഓപ്പൺ ഹെയ്മർ ആണ് 2024. നമുക്ക് 25ഉം 26ഉം നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അതും നമുക്ക് പഠിക്കാം. അപ്പൊ 2024 ലഭിച്ചത് ഓപ്പൺ ഹെയ്മർ. ചിലപ്പോൾ ഇത് മാത്രം ചോദിക്കും. ഓപ്പൺ ഹെയ്മർ സംവിധാനം ചെയ്തത് ആര് എന്ന് മാത്രം ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓപ്പൺ ഹെയ്മർ സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളൻ. ഇനി നമുക്ക് ഓസ്കാർ നോക്കാം. ഓസ്കാർ 2025 മികച്ച ചിത്രം ഏതാണ്? അനോറ. മികച്ച ചിത്രം അനോറയാണ്. പിന്നെ മികച്ച സംവിധാനം ഷോൺ ബേക്കർ. അനോറ സംവിധാനം ചെയ്ത് തന്നെയാണ് ഷോൺ ബേക്കർ. മികച്ച നടി മൈക്കി മാഡിസൺ. അതും അനോറ. അപ്പൊ ഏറ്റവും കൂടുതൽ ലഭിച്ചത് ഏത് സിനിമക്കാണെന്ന് ചോദ്യം വരും. അതേതിനാണ്? അനോറക്കാണ് കേട്ടോ. മികച്ച ഏറ്റവും കൂടുതൽ ലഭിച്ച ചിത്രം ഏതെന്ന് ചോദ്യം വന്നാലും അനോറയാണ്. മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡി. ഓക്കെ, അഡ്രിയാൻ ബ്രോഡിയാണ്. അത് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമക്കാണ് കേട്ടോ. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമക്കാണ് മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡി. ഒന്നുകൂടെ, മികച്ച ചിത്രം ഏതാണ്? അനോറ. മികച്ച ചിത്രം 2025 മികച്ച ചിത്രം ഓസ്കാർ പുരസ്കാരം ലഭിച്ച മികച്ച ചിത്രം അനോറ. മികച്ച സംവിധാനം ഷോൺ ബേക്കർ. അതും അനോറ. മികച്ച നടി മൈക്കി മാഡിസൺ. അതും അനോറ. മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡി. അത് ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. അപ്പൊ ബ്രോഡി അവിടെ ഉണ്ട്. ബ്രൂ. ഓക്കെ, ബ്രൂ. ഓക്കെ, അപ്പൊ ബ്രൂ വെച്ച് ബ്രൂ ആ ബ്രാ വെച്ചിട്ട് കണക്ട് ചെയ്യുക. ബ്രാ എന്നുള്ളത് വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ബ്രോഡി ബ്രൂട്ടലിസ്റ്റ് ആണ്. ഇനി ഓസ്കാർ 2026 മികച്ച ചിത്രം. ഇതെന്തായാലും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. 26ലേതാണ് ചോദ്യം വരാൻ അത്രയും ചാൻസ് ഉള്ളത്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. 2026 മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഓസ്കാർ പുരസ്കാരം 2026 നേടിയത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച സംവിധാനം പോൾ തോമസ് ആൻഡേഴ്സൺ. അതും വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിനാണ് കേട്ടോ.
മികച്ച നടൻ ഏതാണ്? മൈക്കിൾ ബി ജോർദാൻ. മൈക്കിൾ ബി ജോർദാൻ ഏതിലാണ്? സിന്നേഴ്സ് എന്നതിനാണ് മൈക്കിൾ ബി ജോർദാൻ. മികച്ച നടൻ മൈക്കിൾ ബി ജോർദാൻ. പിന്നെ മികച്ച നടി ജെസി ബക്ലി ഏതിനാണ്? ഹാംനെറ്റിനാണ് കേട്ടോ, ഹാംനെറ്റ്. ഓക്കെ, അപ്പൊ മികച്ച നടൻ ആരാണ്? മൈക്കിൾ ബി ജോർദാൻ. മികച്ച നടി ജെസി ബക്ലി. മികച്ച സംവിധാനം പോൾ തോമസ് ആൻഡേഴ്സൺ, അതും ഏതിനാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിനാണ്. മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നോബൽ സമ്മാനം കൂടെ ഒന്ന് നോക്കാം. അപ്പൊ നോബൽ സമ്മാനം 2025, നോബൽ സമ്മാനം 2025 സാഹിത്യത്തിന് ആർക്കാണ്? ലാസ്ലോ ക്രിസ്നഹോർക്കയാണ് കേട്ടോ. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാ? ഞാൻ പറഞ്ഞു എന്തായാലും ക്ലാസ് പോയി കാണുക, അവിടെ കോഡിലൂടെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്തായാലും മിസ്സാക്കരുത്, നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പൊ കൈ എന്തിനാണ്? എഴുതാൻ കൈ വേണം. അപ്പൊ ക്രിസ്നഹോർക്കൈ എന്താണ്? എഴുതാൻ കൈ വേണം. കൈ സാഹിത്യമല്ലേ, അപ്പോ കൈ വേണം. ഹംഗറിയിൽ നിന്നും സാഹിത്യ നോബൽ നേടിയ രണ്ടാമത്തെ വ്യക്തിയാണ് ക്രിസ്നഹോർക്കൈ, അതും പഠിച്ചു വെക്കുക. ഹംഗറിയാണ് കേട്ടോ, ഹംഗറി. പിന്നെ രസതന്ത്രം ഏതാണ്? സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ. കിറ്റഗാവ കേട്ടോ, സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. ഇതും കോഡിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ത്യാഗം ചെയ്ത് എന്താണ് ഒരു കെമിസ്ട്രി കൊണ്ടുവരാൻ അല്ലെ. അങ്ങനെ നമ്മൾ എന്താണ് ഒരു മോഷണത്തിന് പോയിട്ട്, ഒരു റോബറിക്ക് പോയിട്ട് ത്യാഗത്തിലൂടെ സൂസു എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങനെ നമ്മൾ കണക്ട് ചെയ്തല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുക. റിച്ചാർഡ് റോബ്സൺ, സുസുമു കിറ്റഗാവ, ഒമർ എം യാഗി നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? ഒരു റോബറിക്ക് ചെല്ലാണ്, റോബറിക്ക് പോകുമ്പോൾ ഒരു ബാങ്കിലാണെന്ന് ആലോചിക്കുക, ബാങ്കിൽ റോബറിക്ക് പോയി. ഓക്കെ, ബാങ്കിൽ റോബറിക്ക് പോയി. അപ്പൊ ഇവര് തമ്മിൽ ഒരു കെമിസ്ട്രി വേണ്ടേ? ഒരു രണ്ട് മൂന്ന് ആളുകളാണ് പോകുന്നത്. അപ്പൊ ഇവർ തമ്മിൽ എന്താണ്? ഒരു കെമിസ്ട്രി വേണം. അപ്പൊ ഇവർക്ക് എന്താണ്? ചെറിയ ഇങ്ങനെ പറഞ്ഞാലും കാര്യം മനസ്സിലാവണം, സൂസു എന്ന് പറഞ്ഞാലും കാര്യം മനസ്സിലാവണം. അപ്പൊ ഇതിനു വേണ്ടി ഇവർ എന്ത് ചെയ്യണം? ഇതൊക്കെ ത്യാഗം ചെയ്യണം. ഓക്കെ, ഇതൊക്കെ എന്താണ്? ത്യാഗം, യാഗി ഒക്കെ വെച്ച് നമ്മൾ കണക്ട് ചെയ്താണ്. അപ്പൊ അതും ഓർത്തു വെക്കുക. രസതന്ത്രം ഇവർ തമ്മിലൊരു കെമിസ്ട്രി വേണമെന്ന് രസതന്ത്രം നമ്മൾ പറഞ്ഞു. പിന്നെ വൈദ്യശാസ്ത്രം മേരി ഇ ബ്രാങ്കോ, പിന്നെ ഫ്രെഡ് റാംസ്റ്റൽ, പിന്നെ അതുപോലെ തന്നെ ഷിമോൺ സഗാഗുച്ചി. വൈദ്യശാസ്ത്രം. സാമ്പത്തികം ജോയൽ എന്നുള്ളത് നമ്മൾ റോയൽ വെച്ചിട്ടൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയും പറയുന്നു ക്ലാസ് പോയി കാണുക. റോയൽ എന്നത് കണക്ട് ചെയ്താൽ നമുക്ക് സാമ്പത്തികം, റോയൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് അത്യാവശ്യമുള്ള ആൾക്കാരാണ് റോയൽ ഫാമിലി എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പൊ റോയൽ ജോയൽ വെച്ച് കണക്ട് ചെയ്യുക. റോയൽ മോക്കിറാണ്. അമേരിക്കൻ ഇസ്രായേലാണ്. ഇത് ഓരോന്നിനും പഠിച്ചു വെക്കണം. ജപ്പാനാണ് ഹിമോൺ സഗാഗുച്ചി, ജപ്പാൻ. പിന്നെ മേരി ബ്രാങ്കോ USA, പിന്നെ ഫ്രെഡ് റാംസ്ഡലും USA ആണ്. പിന്നെ ഭൗതിക ശാസ്ത്രം ജോൺ ക്ലർക്ക്. നമ്മൾ ക്ലർക്ക് എക്സാം ഒക്കെ നമ്മൾ കണക്ട് ചെയ്തു അല്ലെ. ക്ലർക്ക് എക്സാം എഴുതുന്നതൊക്കെ നമ്മൾ കണക്ട് ചെയ്താണ്. അപ്പൊ ജോൺ ക്ലർക്ക് USA. പിന്നെ മെഷൽ എച്ച് ഡെവോറെറ്റ് അത് വെച്ചിട്ട് ഡെവോറൈറ്റ് എന്നുള്ളതാണ്, റൈറ്റ് വെച്ച് നമ്മൾ എഴുതുന്നത് കണക്ട് ചെയ്ത്, അതും USA. ജോണം മാർട്ടിനസും USA ആണ്. അത് ഭൗതിക ശാസ്ത്രം. പിന്നെ സമാധാനം, പിന്നെ മച്ചാനോട് അല്ലേ, നമ്മുടെ മച്ചാനോട് പോയി സംസാരിച്ചാലാണ് നമുക്ക് കുറച്ച് സമാധാനം കിട്ടുക. ഓക്കെ, അപ്പൊ മറിയ കൊറീന മച്ചാഡോ, നമ്മുടെ മച്ചാനോട് പോയിട്ട് നമ്മളൊന്ന് കുറച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു മച്ച ഒരു ബന്ധം ഉണ്ടാവും. അങ്ങനെ ഏറ്റവും അടുത്ത ആളോട് പോയി സംസാരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചൊരു സമാധാനം ഉണ്ടാവും. അപ്പൊ സമാധാനത്തിൽ ലഭിച്ചത് നമ്മുടെ മച്ചാനാണ്. വെനീസ്വേലയാണ് കേട്ടോ, വെനീസ്വേല. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആണ്. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ആരാണ്? ഡോക്ടർ എസ് ഫേസി ആണ് കേട്ടോ. ഡോക്ടർ എസ് ഫേസി ആണ്. ഇത് പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ആരാണ്? ഡോക്ടർ എസ് ഫേസി ആണ്. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം നമ്മൾ പഠിച്ചതാണ് ഓപ്പൺഹൈമർ ആണ്. ഏതാണ്? ഓപ്പൺഹൈമർ. സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളൻ. ആഗോള സംഗീത പ്രകടനത്തിനുള്ള 66ാമത് ഗ്രാമി അവാർഡിൽ 3 അംഗീകാരങ്ങൾ നേടിയത് ആരാണ്? 3 അംഗീകാരങ്ങൾ നേടിയത് ആരാണ്? ഉസ്താദ് സക്കീർ ഹുസൈൻ ആണ് കേട്ടോ. ഉസ്താദ് സക്കീർ ഹുസൈൻ. ഓപ്ഷൻ സി ആണ്. ഉസ്താദ് സക്കീർ ഹുസൈൻ ആണ്. ആഗോള സംഗീത പ്രകടനത്തിലുള്ള 66ാമത് ഗ്രാമി അവാർഡിൽ 3 അംഗീകാരങ്ങൾ നേടിയത് ആരാന്ന് ചോദ്യം വന്ന ഉസ്താദ് സക്കീർ ഹുസൈൻ. ആരാണ്? ഉസ്താദ് സക്കീർ ഹുസൈൻ ആണ്. 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യം ഏതാണ്? 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യം ഏതാണ്? ഇസ്രായേൽ ആണ് കേട്ടോ. ഇസ്രായേൽ. ഓപ്ഷൻ എ ഇസ്രായേൽ ആണ്. പഠിച്ചു വെക്കണേ, ഇസ്രായേൽ ആണ്. 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യമാണ് ഏത്? ഇസ്രായേൽ. ഏതാണ്? ഇസ്രായേൽ ആണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇസ്രായേൽ ആണ്. അടുത്തത്
2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന, അത് അന്ന് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ. ഏതാണ്? സൗത്ത് ആഫ്രിക്ക. നമ്മൾ G20, G7, ബ്രിക്സ് ഒക്കെ 2025ഉം 26ഉം എന്തായാലും അറിഞ്ഞിരിക്കണം. നമ്മളത് അടുത്ത സ്ലൈഡിൽ കൊടുക്കുന്നുണ്ട്, നമുക്ക് എന്തായാലും അത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അത് മാത്രം പഠിക്കുക, ബാക്കിയൊക്കെ ഒന്ന് പെട്ടെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു പോവാം. ഓക്കെ, ഇവിടെ 2024 അധികം വന്നിട്ടുള്ളത്, പക്ഷെ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകും. എല്ലാം അങ്ങനെ ആൻസർ പറഞ്ഞുതരാം. ഇനിയും ചോദിച്ചുകൂടാന്നില്ല, ചോദിക്കില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല, മേ ബി ചോദിക്കും. അപ്പൊ 25ഉം 26ഉം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഒക്കെ ഇവിടെ സൗത്ത് ആഫ്രിക്കയാണ് ആൻസർ വരുന്നത്. പിന്നെ 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? കസാൻ, റഷ്യ. ഓപ്ഷൻ എ ആണ് കേട്ടോ ഉത്തരം. കസാൻ, റഷ്യ. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ, റഷ്യ. കസാൻ, റഷ്യ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഇവിടെ കൊടുക്കുന്ന ആൻസർ ബ്രസീലാണ് അല്ലെ? ബ്രസീലാണ് 2024 G20 ഉച്ചകോടി നടക്കുന്ന, അല്ലെങ്കിൽ നടന്നത് നട്ടൻ ചോദ്യം വരിക. 2024 G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം എന്ന് ചോദ്യം വന്ന ബ്രസീലാണ്. ബ്രസീൽ. ഓക്കെ, പിന്നെ 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്ത്? ഓക്കെ, ലോകാരോഗ്യ ദിന പ്രമേയം 2024 എന്താണ്? ലോകാരോഗ്യം, എന്റെ ആരോഗ്യം എന്റെ അവകാശം. എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നുള്ളതാണ് 2024 ലോകാരോഗ്യ ദിന പ്രമേയം. ഓക്കെ, ലോകാരോഗ്യ ദിന പ്രമേയം എന്റെ ആരോഗ്യം എന്റെ അവകാശം. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ്? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. ഓപ്ഷൻ ബി ആണ് കേട്ടോ, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. 2024 ലോക പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ ആണ് കേട്ടോ. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് ഇത്, ചിലപ്പോൾ ഇനിയും ചോദ്യം വരുവേ. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ. ഏതാണ്? സൗദി അറേബ്യയാണ്. ഏതാണ്? സൗദി അറേബ്യ. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ആര്? ക്രിസ്റ്റി കവൻട്രി. അത് ശരിയാണ് കേട്ടോ, ക്രിസ്റ്റി കവൻട്രി. അടുത്തത്, അവരുടെ ജന്മദേശം നമീബിയ ആണ്. ഓക്കെ, ഇത് തെറ്റാണ് കേട്ടോ. നമീബിയ അല്ല, സിംബാബ്വേയിൽ നിന്നാണ്. ഓക്കെ, സിംബാബ്വേയിൽ നിന്നാണ് അവർ വരുന്നത്. സിംബാബ്വെ ആണ് കേട്ടോ. അപ്പോൾ നമീബിയ അല്ല, അത് തെറ്റാണ്. പിന്നെ ഈ പദവിയിൽ എത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ്. ഇതും എന്താണ്? ഇതും ശരിയാണ്. ഓക്കെ, ഇതും ശരിയാണ്. അപ്പൊ ഇവിടെ ഏതാണ്? 1ഉം 3ഉം ആണ് കേട്ടോ ശരി, ഓപ്ഷൻ എ. പിന്നെ മുൻ ഒളിമ്പിക്സ് ബാഡ്മിന്റൺ താരമാണെന്നാണ് ഇവിടെ കൊടുത്തുള്ളത്. ബാഡ്മിന്റൺ അല്ല, നീന്തൽ താരമാണ് കേട്ടോ. നീന്തൽ താരമാണ്. സിംബാബ്വേയിൽ നിന്നാണെന്നും പഠിച്ചു വെക്കാൻ. നമീബിയ അല്ല, അതാണ് ഇവിടെ തെറ്റ് കൊടുത്തുള്ളത്. അപ്പൊ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ആര്? ക്രിസ്റ്റി കവൻട്രി. പിന്നെ അവരേതാണ്? സിംബാബ്വേയിൽ നിന്നാണ്, അത് പഠിച്ചു വെക്കുക. ഈ പദവിയിൽ എത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജ കൂടെയാണ് ആര്? ക്രിസ്റ്റി കവൻട്രി. പിന്നെ മുൻ ഒളിമ്പിക്സ് ബാഡ്മിന്റൺ താരമല്ല, ഏതാണ്? നീന്തൽ താരമാണ്. ഐക്യരാഷ്ട്രസഭ 2025 അന്താരാഷ്ട്ര വർഷമായി പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര എന്ത് വർഷമായിട്ടാണ്? ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആണ് കേട്ടോ. ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പൊ ഐക്യരാഷ്ട്രസഭ 2025 എന്ത് വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. റിപ്പീറ്റ് ചെയ്ത് വരും. അതുപോലെ തന്നെ മില്ലറ്റ് വർഷം 2023 ആണ്, അതും റിപ്പീറ്റ് ചെയ്ത് വരും. മില്ലറ്റ് വർഷം അഥവാ ചെറുധാന്യ വർഷം. പിന്നെ ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആണ് 2025. ഇനി ഞാൻ പറഞ്ഞു G20, G7 ഇതിന്റെയൊക്കെ 2025ഉം 26ഉം നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. നമുക്ക് നോക്കാം. 2026 G20 ഉച്ചകോടി വേദി മിയാമിയാണ്, അമേരിക്ക. മിയാമി, അമേരിക്ക. മിയാമി, അമേരിക്ക. 2025 G20 ഉച്ചകോടി വേദി ജോഹന്നാസ്ബർഗ് ആണ്, ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ്. ജോഹന്നാസ്ബർഗ് ആണ്. 25 നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ? ദക്ഷിണാഫ്രിക്കയാണ്, സൗത്ത് ആഫ്രിക്കയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്ക. ഓക്കെ, ജോഹന്നാസ്ബർഗ് ആണ് കേട്ടോ ദക്ഷിണാഫ്രിക്ക. ഇത് പഠിക്കണേ, രാജ്യം പഠിക്കണം. ദക്ഷിണാഫ്രിക്ക, അമേരിക്ക. പിന്നെ 2026 G7, 26 G7 ഫ്രാൻസ്, 25 G7 കാനഡ. 26 ഫ്രാൻസ്, 25 കാനഡ. അപ്പൊ G20 2026 മിയാമി, അമേരിക്ക. 25 ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. അപ്പൊ ഇത് രണ്ടും ക്ലിയർ അല്ലേ? 26 G20 എവിടെയാണ്? മിയാമി, അമേരിക്ക. 25 G20 എവിടെയാണ്? ജോഹന്നാസ്ബർഗ്. എവിടെയാണ്? സൗത്ത് ആഫ്രിക്ക അഥവാ ദക്ഷിണാഫ്രിക്ക. 2026 G7, 26 G7 ഫ്രാൻസും 25 G7 കാനഡയും. അപ്പൊ G7 26 എവിടെയാണ്? ഫ്രാൻസ് ആണ്. 6 ഞാൻ എപ്പോഴും പറയാറുണ്ട് കണക്ഷൻ വരുന്നത്. അപ്പൊ ഫ്രാൻസ്, അതിൽ ഫ്രാ എന്ന് കണ്ടോ? ഫ്രാ.
ഫ്ര എന്നല്ല നമ്മളവിടെ പറഞ്ഞത്. അപ്പൊ 26 അപ്പൊ ഒരു കണക്ഷൻ വെക്കണേ. ഓക്കെ, അപ്പൊ ഫ്രാൻസ് ആണ് കേട്ടോ, ഫ്രാൻസ്. പിന്നെ 25 കാനഡ, 25 കാനഡയാണ്. പിന്നെ 26 അസിയാൻ ഉച്ചകോടി എവിടെയാണ്? ഫിലിപ്പൈൻസ് ആണ്. അസിയാൻ ഉച്ചകോടി 26 ഫിലിപ്പൈൻസ്, 25 മലേഷ്യ. ഓക്കെ, അപ്പൊ അസിയാൻ ഉച്ചകോടി 26 ഫിലിപ്പൈൻസ്, 25 മലേഷ്യ. 26 ഫിലിപ്പൈൻസ്, 25 മലേഷ്യ. പിന്നെ നാറ്റോ ഉച്ചകോടി എവിടെയാണ്? അങ്കാറ, തുർക്കിയിലെ അങ്കാറ 26. അപ്പൊ അങ്കാറ 16 അല്ല 26 വെച്ച് കണക്ട് ചെയ്യുക. 2026 അങ്കാറ. ഓക്കെ, 2026 അങ്കാറ, 2025 ഫേഗ് നെതർലാൻഡ്. ഓക്കെ, നെതർലാൻഡിലെ ഫേഗ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. ഒരു വട്ടം കൂടെ പറഞ്ഞുതരാം. G20 2026 മിയാമി അമേരിക്ക. G20 2025 ജോഹന്നാസ്ബർഗ് ദക്ഷിണാഫ്രിക്ക. G7 2026 അപ്പൊ ഫ്രാൻസ് 26 ഫ്രാൻസ്, 25 കാനഡ. പിന്നെ അസിയാൻ ഉച്ചകോടി 26 ഫിലിപ്പൈൻസും 25 മലേഷ്യയുമാണ്, അതും കിട്ടി. പിന്നെ നാറ്റോ ഉച്ചകോടി അങ്കാറ 2026 അങ്കാറ തുർക്കി. അവിടെയും വെച്ചിട്ട് കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ കണക്ഷൻ പറഞ്ഞാണ് ഓക്കെ. അപ്പൊ തുർക്കി 2026 തുർക്കി 6. അപ്പൊ 2026 നാറ്റോ ഉച്ചകോടി തുർക്കി അങ്കാറ, 2025 ഹേഗ് നെതർലാൻഡ്. ഓക്കെ, അടുത്തത് 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടി. അപ്പൊ 26 നമ്മളിലെ ബ്രിക്സ് ഉച്ചകോടി 2026 ബ്രിക്സ്. ഇത് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇനി വരും. ഓക്കെ, ഇനി എന്തായാലും ചോദ്യം പ്രതീക്ഷിക്കാം. ന്യൂഡൽഹി ആണ് കേട്ടോ, ന്യൂഡൽഹി ഇന്ത്യ. 2026 ബ്രിക്സ് ന്യൂഡൽഹി ഇന്ത്യ. പിന്നെ 2025 ബ്രസീലാണ്, റിയോ ഡി ജനീറോ ബ്രസീലാണ് കേട്ടോ. 25 ബ്രസീല്, 26 ഇന്ത്യ. 25 ബ്രസീല്, 26 ഏത്? ബ്രിക്സ് 26 വേദിയാകുന്നത് ഇന്ത്യയാണ്, 25 ബ്രസീലാണ്. 2026 കാലാവസ്ഥാ ഉച്ചകോടി വേദി ഏതാണ്? അന്റാലിയ, തുർക്കിയിലെ അന്റാലിയാണ്. 26 തുർക്കി അന്റാലിയ കാലാവസ്ഥാ ഉച്ചകോടി. തുർക്കി അന്റാലിയ തുർക്കി. 25 കാലാവസ്ഥാ ഉച്ചകോടി ബലേം. ഓക്കെ, ബലേം എന്നാണ് കേട്ടോ, ബലേം ബ്രസീൽ. അടുത്തത് 2028 സമ്മർ ഒളിമ്പിക്സ് വേദി എവിടെ? ലോസ് ഏഞ്ചൽസ് ആണ് കേട്ടോ. 2028 സമ്മർ ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസ് അമേരിക്ക. ഇത് 2032 ആണ് കേട്ടോ. ഇതിനിപ്പോ സമയമായിട്ടില്ല, ഇപ്പൊ തന്നെ തീരുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ, ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. ഓക്കെ, അപ്പോ 2032 ആണ്. 2032 സമ്മർ ഒളിമ്പിക്സ് വേദി ബ്രിസ്ബേൺ ഓസ്ട്രേലിയ. അപ്പൊ ഇത്രയും G7 G20 ബ്രിക്സ് ഒക്കെ എന്തായാലും പഠിച്ചു വെക്കുക. ബ്രിക്സ് നമ്മൾ ഇവിടെ പറഞ്ഞു. ബ്രിക്സ് 2026 മസ്റ്റ് ആണ്, ഇന്ത്യയാണ്. ന്യൂഡൽഹി ഇന്ത്യ. 2025 മേ ബി ചോദ്യം വരികയാണെങ്കിൽ ബ്രസീൽ ആണ്, റിയോ ഡി ജനീറോ. ഓക്കെ, പിന്നെ 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി ഏതാണ്? ഗ്ലാസ്ഗോ സ്കോട്ട്ലാൻഡ് ആണ് കേട്ടോ. ഗ്ലാസ്ഗോ സ്കോട്ട്ലാൻഡ്. 2022 കോമൺവെൽത്ത് ഗെയിംസ് വേദി ബർമിംഗ്ഹാം ഇംഗ്ലണ്ട്. ഓക്കെ, ബർമിംഗ്ഹാം ഇംഗ്ലണ്ട്. 2026 ഫിഫ പുരുഷ വേൾഡ് കപ്പ് വേദി അമേരിക്ക കാനഡ മെക്സിക്കോ. ഇതിപ്പോ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 2026 ഫിഫ ചോദ്യം വരാൻ ചാൻസ് കൂടുതലാണ്. 2026 ഫിഫ വേദികൾ എവിടേക്കാണ്? അമേരിക്ക കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങളാണ്. 2022 നമുക്കൊക്കെ അറിയാം, ഖത്തർ വേൾഡ് കപ്പ് ആയിരുന്നു, ഖത്തർ. പിന്നെ 2026 20ാമത് ഏഷ്യൻ ഗെയിംസ് വേദി ഐച്ചി നാഗോയ ജപ്പാൻ ആണ് കേട്ടോ. ജപ്പാൻ. 19ാം ഏഷ്യൻ ഗെയിംസ് വേദി അതായത് 22ലേത് ഹാങ്ചു ചൈന. ഇത്രയൊക്കെ എന്തായാലും ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തത് 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഏത് മേഖലയാണ് വാൽ കിൽമർ ഏത് മേഖലയിലാണ് പ്രശസ്തൻ? എവിടെ? ചലച്ചിത്ര രംഗമാണ് കേട്ടോ. ചലച്ചിത്ര രംഗമാണ്. ഇമ്പോർട്ടന്റ് ആണ്. 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഇനിയും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഏതാണ്? ചലച്ചിത്ര രംഗമാണ് കേട്ടോ. ഏതാണ്? ചലച്ചിത്ര രംഗം. ഏത് രംഗമാണ്? ചലച്ചിത്ര രംഗവുമായി പ്രശസ്തനാണ്. അടുത്തത് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ആൻഡ് ഓട്ടോബയോഗ്രഫി എഴുതിയത് ആരാണ്? എഴുതിയത്? ഫാലി എസ് നരിമാൻ ആണ് കേട്ടോ. ഫാലി എസ് നരിമാൻ ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ചോദ്യം എന്താണ്?
ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ആൻഡ് ഓട്ടോബയോഗ്രഫി എഴുതിയത് ആര്? എഴുതിയത് ആരാണ്? ഫാലി എസ് നരിമാൻ. ഫാലി എസ് നരിമാൻ ഇമ്പോർട്ടന്റ് ആണ്. ഫാലി എസ് നരിമാൻ. ഫാലി എസ് നരിമാൻ. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ്, ഇത്രയും സെലക്ടഡ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങൾ മാത്രമല്ല, അതും വേറെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓസ്കാർ പുരസ്കാരം, നോബൽ സമ്മാനം, സാഹിത്യ പുരസ്കാരങ്ങൾ ഞാൻ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ക്ലാസ് പോയി കാണുക. പിന്നെ അതുപോലെ തന്നെ വേദികൾ, G20, G7 ഇതിൻ്റെയൊക്കെ വേദികൾ എന്തായാലും പഠിച്ചു വെക്കണം. പിന്നെ ദിനങ്ങൾ, പ്രമേയങ്ങൾ അതിൻ്റെയും ഒന്ന് ക്ലാസ്സസ് കാണുക. ഓക്കെ, ദിനങ്ങൾ, പ്രമേയങ്ങളും ജസ്റ്റ് ഒന്ന് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവണം, ഒരു ക്ലാരിറ്റി ഉണ്ടാവണം നിങ്ങൾക്ക്. ഓക്കെ, ദിനങ്ങൾ, പ്രമേയങ്ങളും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് അല്ലേ? പറ്റുന്ന അത്രയും ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും അത് ഇഷ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് റിപ്പീറ്റ് ചെയ്യാത്തത്. എങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. അതൊന്ന് മനസ്സിലാക്കട്ടോ. ഞാൻ ഇത്രയും തവണ പിന്നെയും പറയുന്നത് നിങ്ങളത് കേട്ട് നിങ്ങളുടെ ബ്രെയിൻ പാലസിൽ കയറി നിങ്ങളുടെ ബ്രെയിൻ പാലസ് നിങ്ങൾക്ക് വേണ്ടി പുറത്തിട്ട് തരാനാണ്. നിങ്ങൾ ഒരുപാട് തവണ കേൾക്കുമ്പോൾ ബ്രെയിനിന് മനസ്സിലാവും നിങ്ങൾക്ക് അത് അത്ര അത്യാവശ്യമുള്ളതാണെന്ന്. അതിന് ബ്രെയിൻ എടുത്തു വെക്കും, അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരുന്നത്. പിന്നീട് നിങ്ങൾക്ക് ഓർമ്മ വരും. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണുമ്പോൾ ഇതുമായി കണക്ട് ചെയ്തിട്ട് ഈ ഒരു പേരല്ലേ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, അത്രയും തവണ പറഞ്ഞത് കൊണ്ട് ബ്രെയിൻ അതെടുത്ത് പുറത്തിട്ട് തരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ റിപ്പീറ്റ് ചെയ്ത പല ചോദ്യങ്ങളും. ചില 2024 ചോദ്യങ്ങളൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. കൂടുതൽ 2025 ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാവുന്നത്. ഓക്കെ, അപ്പൊ 25, 26 നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. 25, അതായത് ഈ 26 ഇനി നടക്കാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ ഈ ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ 25 മാറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്, 26 ഇതാണെന്ന് ഞാൻ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് 26 ചോദ്യം ചോദിക്കും. അതായത് ഇനി വരുന്ന പരീക്ഷകൾക്ക് തീർച്ചയായും ചോദ്യം പ്രതീക്ഷിക്കണം. ഇമ്പോർട്ടന്റ് ആയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ പെട്ടെന്ന് കാണുമ്പോൾ പോയി ആൻസർ ചെയ്യരുത്. നിങ്ങൾ അതാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ഓപ്ഷൻസും അവിടെ കൊടുത്തും നന്നായിട്ട് ആൻസർ ചെയ്യുക. കറണ്ട് അഫയേഴ്സ് ആണ്, പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് എനിക്കറിയാം. എങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയി വരും. ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ പഠിക്കുക. പറ്റുന്നത്രയും നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് നിന്നൊക്കെ ചോദ്യം വരാൻ സാധ്യത ഉണ്ട്. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഓരോന്നും മനസ്സിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞ ക്ലാസ്സുകൾ എന്തായാലും കാണുക. ഡിസ്ക്രിപ്ഷൻ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. തീർച്ചയായിട്ടും അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും 2025 നോബൽ, 24 നോബല്, പിന്നെ അതുപോലെ തന്നെ സാഹിത്യ പുരസ്കാരങ്ങൾ. ഇതിന്റെ ക്ലാസ്സസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടൈം കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് അടിച്ചു വിട്ടിട്ടായാലും കാണുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതെന്റെ വാക്കാണ്. അത്രയും കോഡുകൾ അങ്ങനെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കോഡുകൾ യൂസ് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കണക്ഷൻ വരും. കോഡല്ല, ഞാൻ കണക്ഷൻ ആണ് യൂസ് ചെയ്യാറ്. ഒരു കണക്ഷൻ കൊടുക്കാനാണ് ശ്രമിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് വേഗം കിട്ടും. ഓക്കെ, രസതന്ത്രം, രസമൊക്കെ വെച്ച് കണക്ട് ചെയ്യും, നല്ല രസമുള്ളതൊക്കെ വെച്ച് കണക്ട് ചെയ്യും. അങ്ങനെ കണക്ഷൻസ് ആണ് നിങ്ങൾക്ക് തരാറുള്ളത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നല്ലതിനു വേണ്ടി പറയാണ്, 25 നോബലും 24 നോബലും സാഹിത്യ പുരസ്കാരങ്ങളും എന്തായാലും കാണണം. ഓക്കെ, പിന്നെ പദവികളൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കാം. നമ്മളിവിടെ റിസർവ് ബാങ്ക് ഡിസ്കസ് ചെയ്തു, പിന്നെ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനും CEO ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഓർമ്മയിലുണ്ടാവും. നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. പിന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ബാച്ച് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ബാച്ച് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതും ഒന്ന് പോയി ചെക്ക് ചെയ്യുക. LDC ബാച്ചും LGS ബാച്ചും ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് എന്തായാലും ഇപ്രാവശ്യം നിങ്ങൾ ആ ലിസ്റ്റിൽ ഉണ്ടാവണം. എന്തായാലും ജോലി നേടിയേ പറ്റൂ. ഓക്കെ, അങ്ങനെ ജോലി നേടാൻ വേണ്ടിയുള്ള ടിപ്സും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ആദ്യ റാങ്കുകളിൽ ഷുവർ ആയിട്ടുണ്ടാവും. പറയുന്ന സ്റ്റെപ്സ് അതുപോലെ കൊടുത്ത് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരും. ഒരു ഡൗട്ടും ഇല്ല. പിന്നെ അതിൽ റെക്കോർഡഡ് ക്ലാസ് ആണ്. ലൈവ് ക്ലാസ് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. റെക്കോർഡ് ക്ലാസ് ആണ് മാക്സിമം തന്നിട്ടുള്ളത്. അപ്പോൾ റെക്കോർഡ് നിങ്ങൾക്ക് വേണ്ട സമയത്താണ് നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റുക. എത്ര പെട്ടെന്ന് നിങ്ങൾ തീർക്കുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബാക്കി സ്റ്റെപ്സ് നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അടുത്ത ലിസ്റ്റിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാവണം. ലിസ്റ്റിൽ വെറുതെ ഉണ്ടായാൽ പോരാ, ആദ്യ റാങ്കുകളിൽ ഉണ്ടാവണം. ജോലി എന്തായാലും നിങ്ങൾ നേടണം. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ആ ജോലി കാണിച്ചു കൊടുക്കണം. ജോലി ചെയ്ത് കാണിച്ചു കൊടുക്കണം. ആ ജോലിയിൽ പ്രവേശിച്ച് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. പലർക്കും മറുപടി കൊടുക്കാനുള്ളതാവും, പലരെയും സന്തോഷിപ്പിക്കാനുള്ളതാവും. എന്താണെങ്കിലും നിങ്ങളത് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇനിയും വെയിറ്റ് ചെയ്യരുത്. ആ സമയമാവട്ടെ, എക്സാം എടുക്കരുത് എന്നൊന്നും പറഞ്ഞ് കാത്തിരിക്കരുത്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റും അത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ബാച്ച് ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതായത് ആപ്പിലൂടെ ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ആഡ് ചെയ്യും. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് നിങ്ങളെ ആഡ് ചെയ്യും. പേയ്മെന്റ് മെത്തേഡൊക്കെ പറഞ്ഞു തരും. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ആവാൻ ശ്രമിക്കുക. മിസ്സാക്കരുത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 2026 LDC LGS ഏതാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഏതിനാണോ നിങ്ങൾ ലക്ഷ്യമിടുന്നത്, തീർച്ചയായും കാരണം ഓക്കെ, അതിലൊരു വിട്ടുവീഴ്ചയില്ല. എന്തായാലും ഇപ്രാവശ്യം ലിസ്റ്റിൽ ഉണ്ടാവണം. എന്തായാലും നിങ്ങൾക്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കട്ടെ. ഇപ്രാവശ്യത്തെ എക്സാം ഒക്കെ നല്ല രീതിയിൽ എഴുതുക. കറണ്ട് അഫയേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ആൻസർ ചെയ്യുക. ഇതിൽ നിന്നൊക്കെ നല്ല ചോദ്യങ്ങൾ വരട്ടെ. അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റട്ടെ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക.
പിന്നെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആ സമയത്ത് ജോയിൻ ചെയ്യാൻ നിൽക്കരുത്. ജോയിൻ ചെയ്യുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യുക, അത് ശരിയാണ്. പക്ഷെ എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നോ അതിനനുസരിച്ചാണ് നിങ്ങൾക്കുള്ള ഇമ്പ്രൂവ്മെന്റ് കാണുക. എത്ര പെട്ടെന്ന് നിങ്ങൾ കാര്യങ്ങൾ തീർത്ത് അടുത്ത സ്റ്റെപ്സ് ചെയ്യുന്നോ അത്രയും നിങ്ങൾ ഇമ്പ്രൂവ്ഡ് ആവും. ഓക്കെ, അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്